നമസ്കാരം. സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. സ്പോട്ട് ലൈവിൽ നമ്മൾ ആദ്യം പോകുന്നത് ശബരിമലയിലേക്ക് തന്നെയാണ്. ശബരിമലയിൽ നിന്നും ഓരോ ദിവസങ്ങളുമായി പുറത്തു വരുന്നത് അതീവ അത്രയധികം ഞെട്ടിപ്പിക്കുന്ന തരത്തിലുള്ള വിവരങ്ങളൊക്കെയാണ്. ശബരിമലയിൽ കൂടുതൽ സ്വർണം മോഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. പ്രഭാമണ്ഡലം പൊതിഞ്ഞ സ്വർണ്ണപ്പാളി കൊള്ളയടിച്ചതായാണ് പ്രത്യേക അന്വേഷണ സംഘം ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. ശ്രീകോവിലിന്റെ കട്ടിളയിൽ സ്ഥാപിച്ചിരിക്കുന്ന ദശാവതാരങ്ങൾ ആലേഖനം ചെയ്ത ചെമ്പ് പാളികളിലും രാശിചിഹ്നങ്ങൾ ആലേഖനം ചെയ്ത പാളികളിലും കട്ടിളയിലെ മുകൾ പടിയിലെ പാളികളിലും പൊതിഞ്ഞിരുന്ന സ്വർണവും കവർന്നിട്ടുണ്ട്. 7 ചെമ്പുപാളികളിൽ നിന്ന് വേർതിരിച്ചെടുത്ത സ്വർണം പങ്കജ് ഭണ്ഡാരിയുടെയും ഗോവർദ്ധന്റെയും കൈവശമുണ്ടെന്നാണ് SITയുടെ കണ്ടെത്തൽ. കൂടുതൽ വിവരങ്ങളുമായി സാരംഗ് സുധാകരൻ ചേരുന്നു. സാരംഗ്, ഒരു ദിവസം പിന്നിടും തോറും വളരെയധികം ഞെട്ടിക്കുന്ന കണ്ടെത്തലുകളാണ് ഇപ്പോൾ സ്വർണ്ണക്കടത്ത് കേസിൽ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ശബരിമല സ്വർണ്ണക്കടത്ത് കേസിൽ ഇനിയും എന്തൊക്കെ കണ്ടെത്താനിരിക്കുന്നു എന്നുള്ളതൊക്കെ വരും ദിവസങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കൂ. ഇപ്പോൾ നമുക്കൊക്കെ ഉണ്ടാകുന്ന വലിയൊരു സംശയം എന്ന് പറയുന്നത് അവിടെയുള്ള അയ്യപ്പന്റെ വിഗ്രഹം പോലും യഥാർത്ഥമാണോ എന്നതിൽ ഇപ്പോൾ വലിയ തരത്തിലുള്ളൊരു സംശയം ഉയരുകയാണിപ്പോൾ. അനുശ്രീ, തീർച്ചയായും. കാരണം തുടക്കം തൊട്ട് ആരോപണം ഉയർന്നിരുന്നു. കട്ടിളപ്പാളിയിലെയും ദ്വാരപാലക ശില്പത്തിലെയും സ്വർണം ഇത്തരത്തിൽ കൊള്ള ചെയ്തിട്ടുണ്ട് എങ്കിൽ അതിനപ്പുറത്തേക്ക് അവിടെ കൊള്ള നടന്നിട്ടുണ്ടാകും. കാരണം ശ്രീകോവിലിന് മുൻപിലുള്ള ഈ സ്വർണ്ണപ്പാളിയിൽ ഇത്തരത്തിലുള്ള ഒരു വലിയൊരു കൊള്ള നടത്തണമെങ്കിൽ അവർക്ക് അതിന് മുൻപും ഈ ഒരു വലിയൊരു കൊള്ള നടത്തിയ ശീലവും അത്രയും ധൈര്യവും ഉണ്ടായിരിക്കണം എന്നൊരു ആരോപണം പ്രതിപക്ഷമടക്കം ഉന്നയിച്ചിരുന്നു. പക്ഷേ ആ ആരോപണങ്ങളെല്ലാം ശരിവെച്ചുകൊണ്ടുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ദ്വാരപാലക ശില്പത്തിലെയും കട്ടിളപ്പാളിയിലെയും സ്വർണം മാത്രമല്ല, ഇപ്പോൾ അനുശ്രീ സൂചിപ്പിച്ചതുപോലെ തന്നെ ദശാവതാരം ആലേഖനം ചെയ്തിട്ടുള്ള ഈ ഒരു ഭാഗത്ത്, അതായത് ശ്രീകോവിലിൻ്റെ ഭാഗത്തു തന്നെയുള്ള ഈ ഒരു പാളിയിൽ നിന്നുമുള്ള സ്വർണവും കൊള്ള ചെയ്തിരിക്കുന്നു. ആ സ്വർണവും ഇത്തരത്തിൽ ഗൂഢാലോചനയുടെ ഭാഗമായിട്ട് തന്നെയാണ് കൊള്ള ചെയ്തത്. ഒപ്പം കൃത്യമായ ഒരു പ്ലാൻ, പദ്ധതി നടത്തിക്കൊണ്ട് തന്നെയാണ് ഈ സ്വർണം ഇവിടെ നിന്നും കടത്തിയിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ ഈ ഒരു ദ്വാരപാലക ശില്പത്തിലെയും കട്ടിളപ്പാളിയിലെയും ഒപ്പം ഈ ഒരു പാളിയിലെ അടക്കമുള്ള ഈ ഒരു സ്വർണത്തിൻ്റെ അളവ് മനസ്സിലാക്കാൻ വേണ്ടി VSSC, അതായത് തിരുവനന്തപുരത്തെ VSSCയിൽ ഇത്തരത്തിലുള്ള പരിശോധനയ്ക്കായി അയച്ചിരിക്കുകയാണ്. ഈ പരിശോധനാ ഫലം പുറത്തു വരുന്നതോടുകൂടിയായിരിക്കും ഇതിൽ കൃത്യമായി എത്ര അളവിൽ സ്വർണം ഇവിടെ നിന്നും കൊള്ള ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ട് എന്ന കാര്യം കൃത്യമായി മനസ്സിലാവുക. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഇപ്പോൾ നമ്മൾ കണക്കാക്കിയതിനേക്കാൾ കൂടുതൽ സ്വർണം ഇവിടെ നിന്നും കൊള്ള ചെയ്ത് പോയിട്ടുണ്ട് എന്ന കാര്യത്തിൽ ഒരു സ്ഥിരീകരണം വരും. ഒപ്പം തന്നെ ഇതിന് മറ്റൊരു വലിയ കാര്യം എന്ന് പറയുന്നത് കടകംപള്ളി സുരേന്ദ്രൻ്റെ അടക്കം പങ്ക് കൂടുതൽ വ്യക്തമാകുന്നു എന്നാണ്. കാരണം ശനിയാഴ്ച ചോദ്യം ചെയ്ത സമയത്ത് ഈ ഒരു മൊഴിയെടുക്കാൻ വേണ്ടി അദ്ദേഹത്തിനെ വിളിപ്പിച്ചിരുന്നു. അതിൽ പല കാര്യങ്ങളിലും വൈരുദ്ധ്യങ്ങളുണ്ട് എന്നൊരു കണ്ടെത്തൽ കൂടി SITയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അത് ദേവസ്വം ബോർഡിൻ്റെ തലത്തിൽ മാത്രം നിന്നുകൊണ്ടല്ല, അതിനപ്പുറത്തേക്ക്, അതായത് മന്ത്രിതലത്തിലേക്ക് അടക്കം അന്വേഷണം വ്യാപിക്കും. ഹൈക്കോടതി സൂചിപ്പിച്ചതുപോലെ തന്നെയുള്ള വമ്പൻ സ്രാവുകളിലേക്കും അന്വേഷണം എത്തുമെന്ന കാര്യത്തിൽ തീർച്ചയാണ്. ഈ ഒരു SITക്ക് ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പ് സമയത്ത് അടക്കം ഉണ്ടായിരുന്ന ഒരു മന്ദഗതിയിലുള്ള ഒരു അന്വേഷണം വലിയ വിമർശനം ഉയർത്തിയിരുന്നെങ്കിലും പിന്നീട് അതിനുശേഷം ഉണ്ടായിരുന്ന വീണ്ടും വലിയൊരു അന്വേഷണ പുരോഗതി ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ ഡി മണിയെയും ഒപ്പം ശ്രീകൃഷ്ണനെയും ബാലമുരുകനെയും അടക്കം ചോദ്യം ചെയ്തു. പക്ഷെ അവരെ അറസ്റ്റിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിട്ടില്ല. ഇതിൽ ഒരു അന്താരാഷ്ട്ര പുരാവസ്തു തട്ടിപ്പ് സംഘത്തിൻ്റെ ഒരു പങ്ക് സംശയിച്ചുകൊണ്ടുള്ളൊരു ചോദ്യം ചെയ്യലായിരുന്നു. പക്ഷേ കൃത്യമായ വിവരങ്ങൾ അവരിൽ നിന്നും ആരാഞ്ഞതിന് ശേഷം അവരെയും വിട്ടയക്കുകയായിരുന്നു. പക്ഷേ ഈ ഒരു ഉന്നതരിലേക്ക് അത് ആരൊക്കെയാണ് എന്ന ചോദ്യം ഇപ്പോഴും ബാക്കി നിൽക്കുകയാണ്. കൃത്യമായി പറയുകയാണെന്നുണ്ടെങ്കിൽ 2019 ബോർഡ് മെമ്പർമാരായിട്ടുള്ള വിജയകുമാർ അറസ്റ്റിലാണ്. ശങ്കർദാസ് ഇപ്പോൾ പുറത്താണ്. അദ്ദേഹത്തെ ഇപ്പോൾ കൃത്യമായി SIT നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. പത്മകുമാർ അറസ്റ്റിലായി, ഒപ്പം N വാസു അറസ്റ്റിലായി, ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി ആയിക്കോട്ടെ, പങ്കജ് ഭണ്ഡാരി തുടങ്ങിയ നിരവധി പേർ അറസ്റ്റിലായിരിക്കുന്നു. ഇവരിലെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യം, ഇവരിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന തരത്തിലല്ല ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള. കാരണം ശബരിമല എന്ന് പറയുന്ന ക്ഷേത്രം ഹൈക്കോടതിയുടെയും സർക്കാരിൻ്റെയും കർശനമായ നിരീക്ഷണമുള്ള ഒരു ക്ഷേത്രമാണ്. മാത്രമല്ല ദൈനംദിന കാര്യങ്ങളിൽ ശബരിമലയിൽ ഈ ഒരു സർക്കാർ ഇടപെടൽ ഇല്ല എങ്കിൽ പോലും, പക്ഷേ ഇതിനപ്പുറത്തേക്ക് ഒരു കൊള്ള നടന്നത് ഇവർ മാത്രം അറിഞ്ഞുകൊണ്ടതല്ല എന്ന കാര്യം തീർച്ചയാണ്. അതിൻ്റെ വ്യാപ്തി വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. ഈ ഒരു പുതുതായി പറഞ്ഞിട്ടുള്ള ഈ പാളികളിലെ സ്വർണം കൂടി കൊള്ള ചെയ്തു പോയിട്ടുണ്ട് എങ്കിൽ ഇത് വലിയ, അതായത് സംസ്ഥാനം തന്നെ കണ്ട വലിയ ഒരു വിശ്വാസത്തെ മുതലെടുത്തുകൊണ്ടുള്ള ഒരു കൊള്ള അല്ലെങ്കിൽ ഒരു അഴിമതി എന്ന് തന്നെ കണക്കാക്കണം. അതിലെ ഉന്നതരുടെ പങ്കിലേക്ക് കൂടി എത്തുകയാണെന്നുണ്ടെങ്കിൽ ഇത് കേരളം കണ്ട വലിയൊരു അഴിമതിയായി തന്നെ മാറാനുള്ള, അഴിമതി എന്ന് പറയാൻ കഴിയില്ല, കൊള്ളയാണെന്ന് തന്നെ പറയേണ്ടി വരും. അനുശ്രീ, സാരംഗ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ കടകംപള്ളി സുരേന്ദ്രനിലേക്ക് അടക്കം കൂടുതൽ തെളിവുകൾ കണ്ടെത്തുന്നു അദ്ദേഹത്തിനെതിരെ. അങ്ങനെയെങ്കിൽ അദ്ദേഹത്തിന് മേൽ കൂടുതൽ കുരുക്ക് മുറുകുകയാണ്. അവിടെ CPM കൂടുതൽ പ്രതിസന്ധിയിലാവുകയാണ്. അങ്ങനെയെങ്കിൽ ഈ കേസിലെ ഉന്നതർ എന്ന് വിശേഷിപ്പിച്ച ആളുകൾ
അവർ CPM നിന്ന് തന്നെയാണോ എന്ന തരത്തിലുള്ള സംശയങ്ങളൊക്കെ ഇപ്പോൾ ഉയർന്നു വരുന്ന ഒരു സാഹചര്യമാണ്. തീർച്ചയായും അനുസരിച്ച് കാരണം കഴിഞ്ഞ 10 വർഷമായി ഇപ്പോൾ 2 ടേമിലായി ഇടതുമുന്നണി തന്നെയാണ് ഭരണത്തിലിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയ പ്രതിസന്ധിയുണ്ട്. കാരണം കഴിഞ്ഞ ഒരു 2019 സമയത്തും ഇപ്പോൾ PS പ്രശാന്തിനടക്കം ചോദ്യം ചെയ്തു എന്നൊരു വിവരം പുറത്തു വരുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ഒരു 2019 ശേഷമുള്ള ഇതുവരെയുള്ള കാലയളവിൽ എല്ലാ കാര്യങ്ങളും വിശകലനം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ഭരണത്തിലിരുന്ന പാർട്ടി എന്ന തരത്തിലും ഒപ്പം കടകംപള്ളി സുരേന്ദ്രൻ, അതായത് മുൻപ് ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രൻ, ഒപ്പം ഇപ്പോൾ മന്ത്രിയായിരിക്കുന്ന N വാസവൻ അടക്കമുള്ളവരിലേക്ക് അന്വേഷണം എത്തും എന്നുള്ള കാര്യത്തിൽ ഒരു സൂചന നൽകിക്കൊണ്ടാണ് ഇപ്പോൾ കഴിഞ്ഞ ശനിയാഴ്ച ചോദ്യം ചെയ്യൽ മൊഴിയെടുക്കാൻ വേണ്ടി അദ്ദേഹത്തെ കടകംപള്ളി സുരേന്ദ്രനെ പ്രത്യേക അന്വേഷണ സംഘം വിളിച്ചു വരുത്തിയത്. ഒപ്പം PS പ്രശാന്തിനെയും വിളിച്ചു വരുന്നു. അവരുടെ പ്രതികരണങ്ങളിൽ നിന്ന് വ്യക്തമാവുന്നത് അവർക്ക് അറിയാവുന്ന കാര്യങ്ങൾ മാത്രം ചോദിച്ചറിഞ്ഞു അവരെ വിട്ടയച്ചു എന്നാണ്. പക്ഷേ ഇതൊരു തുടക്കം എന്ന രീതിയിൽ ഇങ്ങനെ തന്നെയായിരുന്നു മുൻപും. അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പോലും തുടക്കത്തിൽ വിളിച്ചു വരുത്തുന്നു, കാര്യങ്ങൾ മനസ്സിലാക്കുന്നു, കൂടുതൽ അതായത് കൃത്യമായ വിവരങ്ങൾ ലഭിച്ചാൽ മാത്രം അറസ്റ്റിലേക്ക് അല്ലെങ്കിൽ നടപടിയിലേക്ക് കടക്കുക എന്നൊരു രീതിയാണ് SIT മുൻപും പിന്തുടരുന്നത്. കാരണം ഹൈക്കോടതിയുടെ കർശനമായ നിരീക്ഷണമുണ്ട്. കൃത്യമായ ഇടവേളകളിൽ അന്വേഷണ പുരോഗതി കോടതിയെ ധരിപ്പിക്കേണ്ട ഒരു ബാധ്യത ഉണ്ട്. അതുകൊണ്ട് തന്നെ എടുത്തുചാടിയുള്ള ഒരു നീക്കം ഉണ്ടായാൽ അത് അന്വേഷണത്തിനെ പ്രതികൂലമായി ബാധിക്കുമെന്ന കാര്യം തീർച്ചയാണ്. അതുകൊണ്ട് തന്നെ വളരെ സൂക്ഷ്മമായുള്ള നീക്കമാണ്. അതിനൊപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും 2 മുതിർന്ന IPS ഉദ്യോഗസ്ഥരുടെ സമ്മർദ്ദം SITക്ക് മേൽ ഉണ്ടാകുന്നുണ്ട് എന്ന് പ്രതിപക്ഷം ആരോപിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം ഈ ഒരു അന്വേഷണ സംഘം വിപുലീകരിക്കുന്നതിന്റെ ഭാഗമായി 2 SIമാരെ കൂടി ഈ ഒരു അന്വേഷണ സംഘത്തിലേക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അവർ CPM പശ്ചാത്തലമുള്ളവരാണെന്ന് പ്രതിപക്ഷം ആരോപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ CPM ഭയപ്പെട്ടു തുടങ്ങുന്നു എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. കാരണം അന്വേഷണം കൂടുതൽ ഉന്നതരിലേക്ക് എത്തിക്കുകയാണെങ്കിൽ വരുന്ന നിയമസഭാ ഇലക്ഷനിൽ അത് കനത്ത തിരിച്ചടിക്ക് കാരണമാകും. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തന്നെ ശബരിമല സ്വർണ്ണക്കൊള്ള വലിയ തിരിച്ചടിക്ക് കാരണമായി എന്നൊരു കണ്ടെത്തൽ CPMന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. തുടക്കത്തിൽ അത് നിഷേധിച്ചെങ്കിലും തുടർന്ന് വരുന്ന ദിവസങ്ങളിൽ പാർട്ടി സെക്രട്ടറി തന്നെ അത് സമ്മതിക്കേണ്ട ഒരു സാഹചര്യം ഉയർന്നു വന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വരുന്ന ദിവസങ്ങളിൽ ഈ പറയുന്ന ഉന്നതർ എന്ന് പറയുന്നവർ ഈ ഒരു CPMൽ നിന്ന് തന്നെയുള്ള മുൻപ് ഈ ഒരു ഭരണകക്ഷി, അതായത് ഈ ഒരു ദേവസ്വം മന്ത്രിയായിരിക്കുന്നവരും ഒപ്പം തന്നെ ഈ ഒരു ബോർഡ് അംഗങ്ങളും ഒപ്പം മറ്റുള്ളവർ ആരൊക്കെ, കാരണം കൃത്യമായൊരു പിന്തുണ ഇവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്, ഭരണതലത്തിൽ നിന്നും ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യത്തിൽ തീർച്ചയാണ്. കാരണം ഈ ഒരു അന്യ സംസ്ഥാനങ്ങളിലേക്ക് അടക്കം സ്വർണം എത്തിച്ചുകൊണ്ടുള്ള ഇത്ര ആസൂത്രിതമായ ഒരു കൊള്ള നടത്തുമ്പോൾ അതിൽ കൃത്യമായ ഒരു ഭരണ പിന്തുണ ലഭിച്ചില്ല എങ്കിൽ എപ്പോൾ വേണമെങ്കിലും പിടിക്കപ്പെടാമെന്നുള്ളൊരു തരത്തിലേക്ക് കാര്യങ്ങൾ മാറിയാനേ. ഇതിൽ തന്നെ വളരെ വൈകിയാണ് ഈ കൊള്ളയടക്കം പുറത്തേക്ക് വരുന്നത്. അതുകൊണ്ട് വരും ദിവസങ്ങളിൽ ഉന്നതരിലേക്ക് എത്തുമോ ഇല്ലയോ എന്നതാണ് ചോദ്യം. അതിൽ എത്രത്തോളം കാലതാമസം വരുത്താൻ ഈ ഒരു സമ്മർദ്ദത്തിന് സാധിക്കുമെന്നതും ഒപ്പം തന്നെ ഹൈക്കോടതിയുടെ നിരീക്ഷണം, ഈ 2 കാര്യങ്ങളാണ് പ്രധാനമായി SITയെ നിയന്ത്രിക്കുന്നത്. ഒന്ന് ഹൈക്കോടതിയാണ് ഈ കാര്യങ്ങൾ നിരീക്ഷിക്കുന്നതെങ്കിലും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള സമ്മർദ്ദവും നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ എത്ര എളുപ്പത്തിൽ എത്ര കൃത്യതയോടുകൂടി ഉന്നതരിലേക്ക് എത്താൻ പറ്റുമെന്ന ചോദ്യം വരും ദിവസങ്ങളിൽ തന്നെ നമുക്ക് മനസ്സിലാകും. അനുശ്രീ, സാരംഗ്, ശബരിമല പോലൊരു ക്ഷേത്രത്തിൽ നിന്ന് ഇത്രയധികം സ്വർണം മോഷ്ടിച്ചു കൊണ്ടുപോവുക എന്ന് പറയുമ്പോൾ അതിന് പിന്നിൽ നടന്നിരിക്കുന്ന ഗൂഢാലോചന എന്ന് പറയുന്നത് അത്ര നിസ്സാരമായിരിക്കില്ല. പിന്നിൽ ഗൂഢാലോചന നടത്തിയവരെന്ന് പറയുന്നവർ അത്ര നിസ്സാരക്കാരായിരിക്കില്ല. അങ്ങനെയെങ്കിൽ ഇനിയുള്ള SITയുടെ നീക്കം അതെങ്ങനെയായിരിക്കും? ഇപ്പോൾ കൂടുതൽ സ്വർണം മോഷ്ടിച്ചു എന്നുള്ള വിവരങ്ങളൊക്കെ പുറത്തു വരുമ്പോൾ SITയെ സംബന്ധിച്ചിടത്തോളം പ്രധാന വെല്ലുവിളി എന്ന് പറയുന്നത് തന്നെ തൊണ്ടി മുതൽ കണ്ടെത്തുക എന്നാണ്. കാരണം ഈ ഒരു സ്വർണം ഇവിടെ നിന്ന് നഷ്ടപ്പെട്ടു എന്നത് SIT കണ്ടെത്തി കഴിഞ്ഞു. പക്ഷേ കോടതിയിൽ കേസ് വരുമ്പോൾ തൊണ്ടി മുതൽ കൃത്യമായി ഹാജരാക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ അത് കേസിനെ പ്രതികൂലമായി ബാധിക്കും. മാത്രമല്ല, ഇങ്ങനെ വേർതിരിച്ചെടുത്ത സ്വർണം സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി, അതായത് വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചു എന്നൊരു കണ്ടെത്തൽ കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സ്വർണം മുഴുവനായി കണ്ടെത്തുക, ഒപ്പം തന്നെ ഇവിടെ നിന്നും മറ്റ് അമൂല്യമായ വസ്തുക്കൾ കൊണ്ടുപോയിട്ടുണ്ടോ, കടത്തിക്കൊണ്ടുപോയിട്ടുണ്ടോ എന്ന കാര്യം കണ്ടെത്തുക. അത് ഏത് മാർക്കറ്റിലേക്കാണ് എത്തിയത്, അതായത് ശബരിമല പോലെയുള്ള ക്ഷേത്രങ്ങളിലെ അമൂല്യമായ വസ്തുക്കൾ പുറത്തേക്ക് എത്തുമ്പോൾ അത് അന്താരാഷ്ട്ര മാർക്കറ്റിലേക്ക് എത്താനുള്ള ഒരു സാധ്യതയുണ്ട്. കാരണം വലിയൊരു വില, അതായത് മാർക്കറ്റ് വിലയേക്കാൾ ഉയർന്ന വിലയാണ് ഈ ഒരു പുരാവസ്തുക്കൾക്ക് അന്താരാഷ്ട്ര മാർക്കറ്റിലടക്കം ലഭിക്കുക. അതുകൊണ്ട് ഇത് അന്താരാഷ്ട്ര മാർക്കറ്റിലേക്ക് എത്തിയിട്ടുണ്ട് എങ്കിൽ അത് വലിയൊരു വെല്ലുവിളി ഉയർത്തും. കേന്ദ്ര ഏജൻസിയുടെ ഒരു സാധ്യതയടക്കം നിലനിൽക്കുന്നത് കൊണ്ട് ഇത് വലിയൊരു വെല്ലുവിളി ഉയർത്താനുള്ള സാധ്യതയുണ്ട്. മാത്രമല്ല, തൊണ്ടി മുതലിനൊപ്പം തന്നെ ഉന്നതരുടെ പങ്ക് കൃത്യമായി ഇതെങ്ങനെ ഗൂഢാലോചനയിൽ പങ്കെടുത്തത് ആരൊക്കെ, ഇത് എക്സിക്യൂട്ട് ചെയ്തത്, അതായത് ഇത് നടപ്പിലാക്കിയതിൻ്റെ പിന്നാമ്പുറത്ത് നിന്നവരാരൊക്കെ, ഇതിൽ കൃത്യമായ സഹായങ്ങൾ എവിടെ നിന്നൊക്കെ ലഭിച്ചു. കഴിഞ്ഞ ദിവസം ഈ N വിജയകുമാറിൻ്റെ റിമാൻഡ് റിപ്പോർട്ടിലടക്കം ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് ദേവസ്വം മാനുവലിൽ തിരുത്തൽ വരുത്തി. അതായത് ഈ ഒരു സ്വർണം ഇവിടെ നിന്നും പൂശാനായിരുന്നു, അതായത് സന്നിധാനത്ത് വെച്ച് തന്നെ പൂശണമെന്നായിരുന്നു തുടക്കത്തിലെ ദേവസ്വം മാനുവലിലെ കൃത്യമായ നിർദ്ദേശം. അത് മറികടന്നുകൊണ്ട് അതിൽ തിരുത്തൽ വരുത്തിക്കൊണ്ടാണ് ചെന്നൈയിലേക്ക് ഈ പാളികൾ അടക്കമെത്തിച്ചത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങളിൽ കൃത്യമായി നിലപാടെടുത്ത് ഇങ്ങനൊരു കൊള്ളയ്ക്ക് കൂട്ടുനിൽക്കാൻ ഇവർക്കെല്ലാം ധൈര്യം
വന്നിട്ടുണ്ട് എങ്കിൽ കൃത്യമായി ഭരണപക്ഷത്തിൽ നിന്നും ഇവർക്ക് പിന്തുണ ലഭിച്ചിട്ടുണ്ട് എന്ന കാര്യം തീർച്ചയാണ്. അത് ആരൊക്കെയാണ്, ഇതിൻ്റെ ലാഭവിഹിതം പങ്കിട്ടവർ ആരൊക്കെയാണ് എന്നവരിലേക്ക് എത്തുക എന്നത് സമ്മർദ്ദം നിലനിൽക്കുന്ന സമയത്ത് കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ എത്താൻ കഴിയുള്ളൂ. കാരണം എടുത്തുചാടി, നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ എടുത്തുചാടിക്കൊണ്ട് സ്വർണ്ണപ്പാളി കേസിൽ ഉന്നതരിലേക്ക് എത്തുകയാണെന്നുണ്ടെങ്കിൽ അത് രാഷ്ട്രീയ സമ്മർദ്ദത്തിനും പിന്നെ ഒപ്പം തന്നെ അനാവശ്യ വിവാദങ്ങൾക്കും വഴിവെക്കും. അത് SITയുടെ അന്വേഷണത്തിൻ്റെ ഒരു വസ്തുതാപരമായ അന്വേഷണത്തിന് തന്നെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുന്ന തരത്തിലേക്ക് കാര്യങ്ങളെത്തും. കാരണം അതിനൊപ്പം തന്നെ കേന്ദ്ര ഏജൻസിയുടെ ഒരു സാധ്യത നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ കോടതിയെ പരമാവധി വിശ്വാസത്തിലെടുത്തുകൊണ്ട് കൃത്യമായ രീതിയിലാണ് അന്വേഷണം മുന്നോട്ട് പോകുന്നത് എന്ന തരത്തിൽ ഈ ഒരു അന്വേഷണത്തെ നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാനായിരിക്കും SIT ഇനി തീരുമാനിക്കുക. അനുശ്രീ സാരംഗ, മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ വേർതിരിച്ചെടുത്ത സ്വർണം പങ്കജ് ഭണ്ഡാരിയുടെയും ഗോവർദ്ധന്റെയും കൈവശമുണ്ടെന്നാണ് SITയുടെ കണ്ടെത്തൽ. അങ്ങനെയെങ്കിൽ ഇതേ രീതിയിൽ അന്വേഷണം പുരോഗമിക്കുകയാണെങ്കിൽ അവരെ കൂടുതൽ ചോദ്യം ചെയ്യുമ്പോൾ ഈ തൊണ്ടിമുതലിനെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ ലഭിക്കാനുള്ള സാധ്യതയില്ല. അതായത് ഇപ്പോൾ മോഷ്ടിക്കപ്പെട്ടു എന്ന് രണ്ടാമത് പുറത്തു വന്നിരിക്കുന്ന ഈ വിവരങ്ങളും ആദ്യം മോഷ്ടിക്കപ്പെട്ടു എന്ന് കരുതുന്ന ഈ സ്വർണവും ഒക്കെ കടന്നു പോയത് ഏതൊക്കെ വഴിയിലൂടെയാണെന്ന് മനസ്സിലാക്കാൻ ഇതിലൂടെ SITക്ക് സാധിക്കില്ലേ? തീർച്ചയായും. കാരണം ഒരു വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് ഈ സ്വർണം വേർതിരിച്ചെടുത്തതിന് ശേഷം ഉപയോഗിച്ചത് എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ അങ്ങനെ ആകാനുള്ളൊരു സാധ്യത എത്രത്തോളം ഉണ്ടെന്നുള്ളൊരു ചോദ്യമാണ്. കാരണം ഇത് വലിയ രീതിയിലുള്ള ഒരു കൂട്ടം, അതായത് ഉന്നതരടക്കമുള്ളവരുടെ പങ്കാളിത്തത്തോടു കൂടി നടന്ന ഒരു കൊള്ളയാണ്. അതുകൊണ്ട് ഈ സ്വർണം പോയതിന് ശേഷം ലഭിക്കുന്ന സാമ്പത്തിക വിഹിതം അടക്കം ആരുടെയൊക്കെ കൈകളിലേക്ക് എത്തി എന്നൊരു ചോദ്യം നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സ്വർണം എങ്ങനെ കൈമാറിപ്പോയി, എവിടേക്ക് എത്തി, ഇത് ഏത് രീതിയിൽ കൈമാറ്റം ചെയ്തു എന്നടക്കമുള്ള ചോദ്യങ്ങളുണ്ട്. അത് കൈമാറ്റം ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ രേഖകൾ എങ്ങനെയൊക്കെ, സ്മാർട്ട് ക്രിയേഷനുമായി ബന്ധപ്പെട്ട രേഖകളടക്കം ഇതിനു മുൻപ് തന്നെ SIT വാങ്ങിയെടുത്തിരുന്നു. അതിൻ്റെ ഒപ്പം തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് മറ്റ് തലങ്ങളിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ ഈ സ്വർണം ഏത് രീതിയിലാണ് കൈമാറിപ്പോയത്, ഒപ്പം തന്നെ സ്വർണം കണ്ടെത്തുക എന്ന് പറയുന്നത് രൂപമാറ്റം വരുത്തി മറ്റ് വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി മാറ്റിയിട്ടുണ്ടോ, അങ്ങനെയാണെങ്കിൽ അത് ആരുടെയൊക്കെ കയ്യിൽ, തുടക്കം തൊട്ട് തന്നെ ആരോപിച്ചായിരുന്നു മറ്റ് അന്യ സംസ്ഥാനങ്ങളിലേക്ക് ഈ സ്വർണം എത്തിയെന്നത്. തമിഴ്നാടും കർണാടകയും ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലേക്ക് ഇതിൻ്റെ സ്വർണം എത്തി എന്നടക്കമുള്ള കണ്ടെത്തലുകൾ ഉണ്ടായിരുന്നു. അതിനെല്ലാം കൃത്യമായൊരു ഉത്തരം ലഭിക്കണമെങ്കിൽ ഈ ഒരു പാളിയിൽ നിന്നുള്ള സ്വർണം എത്രത്തോളം നഷ്ടപ്പെട്ടു എന്നതിനൊരു കണക്ക് ലഭിക്കണം. അത് ഇപ്പോൾ VSSCയിൽ നടക്കുന്ന ശാസ്ത്രീയ പരിശോധനയുടെ അടിസ്ഥാനത്തിൽ എത്ര അളവിൽ സ്വർണം നഷ്ടപ്പെട്ടു എന്ന കൃത്യമായൊരു അളവ് ലഭിച്ചാൽ മാത്രമേ ഈ തൊണ്ടിമുതലിലേക്ക് കൃത്യമായി അന്വേഷണം നീങ്ങാനും അതിനൊപ്പം തന്നെ ഈ ഗോവർദ്ധൻ്റെ അടക്കം ജ്വല്ലറിയിൽ നിന്നും കണ്ടെത്തിയിട്ടുള്ള ഈ ഒരു സ്വർണത്തിൻ്റെ അളവും ഒപ്പം കണക്കിലാക്കിക്കൊണ്ടായിരിക്കും അന്വേഷണ സംഘം മുന്നോട്ട് പോകുക. ഇത് എളുപ്പമുള്ള ഒരു കാര്യമല്ല. കാരണം ഈ ഒരു സ്വർണം നഷ്ടപ്പെട്ടു എന്ന് പറയുന്നത് വേർതിരിച്ചെടുത്ത സ്വർണ്ണമാണ്. അതുകൊണ്ട് തന്നെ ഇത് ഏതൊക്കെ രീതിയിലേക്ക് കൈമാറി പോയിട്ടുണ്ട്, അത് എവിടേക്ക് എത്തിയിട്ടുണ്ട്, അത് കൈമാറിക്കൊണ്ട് അതിൻ്റെ പണം, അത് സാമ്പത്തിക ലാഭം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഈ കൊള്ള നടന്നത് എന്ന കാര്യം തീർച്ചയാണ്. അതുകൊണ്ട് തന്നെ ഈ സ്വർണം വിറ്റതിന് ശേഷം ആ സാമ്പത്തികം, ആ ഒരു പണം ആണോ ഇവർ കൈമാറിയിട്ടുള്ളത്, അവർ കൈവശം വെച്ചിട്ടുള്ളത് എന്നടക്കമുള്ള കാര്യങ്ങൾ വിശകലനം ചെയ്യേണ്ടി വരും. അതിലേക്കെല്ലാം എത്തണമെങ്കിൽ ഈ ഒരു ശാസ്ത്രീയ പരിശോധനയുടെ അടിസ്ഥാനത്തിൽ നടത്തിയിട്ടുള്ള ഈ ഒരു ഫലം വന്നതിന് ശേഷം മാത്രമായിരിക്കും. കാരണം എത്ര അളവിൽ സ്വർണം നഷ്ടപ്പെട്ടു, അതുമാത്രമല്ല ഇപ്പോൾ പല ഭാഗങ്ങളിൽ നിന്നുള്ള സ്വർണ്ണങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നു. അങ്ങനെയാണെങ്കിൽ ആ പാളികളടക്കം ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടി വരും. അത്തരത്തിലുള്ള പരിശോധനകൾക്ക് ശേഷം ഇത് എവിടെ നിന്ന് എത്രത്തോളം അളവുകൾ നഷ്ടപ്പെട്ടു എന്ന് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമായിരിക്കും ഇതിൽ തൊണ്ടിമുതലിലേക്ക് എത്താൻ കഴിയുക. ഗോവർദ്ധനെയും പിന്നെ പങ്കജ് ഭണ്ഡാരിയുടെയും അടക്കമുള്ള വ്യക്തിപരമായ, അതായത് സാമ്പത്തിക ഇടപാടും ഇവരുടെ സ്വർണം അതായത് വ്യക്തിപരമായ വീടുകളിലും ഒപ്പം തന്നെ സ്ഥാപനങ്ങളിൽ സൂക്ഷിച്ചിട്ടുള്ള സ്വർണ്ണങ്ങൾ ഇത് ആരുടെയൊക്കെ കൈകളിലേക്ക് എത്തി എന്നടക്കമുള്ള കൂടുതൽ ചോദ്യങ്ങൾക്ക് ഉത്തരം എന്നാൽ മാത്രമേ ലഭ്യമാവുകയുള്ളൂ. അനുസരിച്ച് സാരംഗ, ഇപ്പോൾ കൂടുതൽ സ്വർണം കൂടി നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇനിയും കൂടുതൽ സ്വർണം ശ്രീകോവിലിൽ നിന്നും നഷ്ടപ്പെട്ടിട്ടുണ്ടോ, ശബരിമലയിൽ നിന്നും മോഷ്ടിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് കണ്ടെത്താനുള്ള എന്തെങ്കിലും തരത്തിലുള്ള പരിശോധനകളോ അത്തരത്തിൽ എന്തെങ്കിലും നീക്കങ്ങൾ SITയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ? തീർച്ചയായും മനസ്സിലായി. കാരണം കൂടുതൽ ഈ ഒരു അന്വേഷണം പല ഭാഗങ്ങളിലും, കാരണം ശബരിമല പോലെയുള്ള ക്ഷേത്രത്തിൽ അമൂല്യമായ പല വസ്തുക്കളുമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു കൃത്യമായ നിരീക്ഷണം ഉണ്ടെങ്കിൽ പോലും ശ്രീകോവിലിന് മുൻപിലുള്ള ഈ ഒരു ദ്വാരപാലക ശില്പത്തിലെയും ഒപ്പം കട്ടിളപ്പാളിയിലെ അടക്കമുള്ള സ്വർണം മോഷ്ടിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ അതിലപ്പുറത്തേക്ക് മറ്റ് പല ഭാഗങ്ങളിൽ നിന്നും ഈ കൊള്ള നടക്കാനുള്ള സാധ്യതയുണ്ട്. സ്വർണം മാത്രമായിരിക്കണമെന്നില്ല, പല അമൂല്യമായ വസ്തുക്കളടക്കം ഇവിടെ നിന്ന് നഷ്ടപ്പെടാനുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു വർഷം, അതായത് ഈ ഒരു വിജയം വലിയ സ്വർണം പൂശിയ 98 മുതലുള്ള അതിന് ശേഷത്തേക്കുള്ള, അതായത് ഈ 2026 വരെയുള്ള എല്ലാ രേഖകളും പരിശോധിക്കേണ്ട ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. ആ രേഖകൾ പരിശോധിച്ച ശേഷം ആയിരിക്കും ഈ ഒരു പല ഭാഗങ്ങൾ, അതായത് തിരിമറി നടന്നു എന്ന് സംശയം തോന്നുന്ന പല ഭാഗങ്ങളിലും ശാസ്ത്രീയ പരിശോധനയ്ക്കടക്കം ഈ ഒരു ഭാഗങ്ങളടക്കം വിലയിരുത്തുമെന്നാണ് മനസ്സിലാക്കുന്നത്. അതിനൊപ്പം തന്നെ നമുക്ക് നോക്കാം, സ്വർണ്ണത്തിനേക്കാൾ മൂല്യമേറിയ പല വസ്തുക്കളും അവിടെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതിൻ്റെ ഇൻവെൻട്രി അടക്കം കാര്യം കൃത്യമായി പരിശോധിക്കേണ്ടി വരും. കാരണം ലക്ഷക്കണക്കിന് ഭക്തർ അവിടെ എത്തുന്ന ഒരു ക്ഷേത്രമാണ്. പലരും അമൂല്യ
അമൂല്യമായ പല വസ്തുക്കളും അവിടെ സംഭാവനയായി, അതായത് ഭഗവാൻ അർപ്പിക്കുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഒരു സ്വർണ്ണത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നൊരു കൊള്ളയാണോ, അല്ലെങ്കിൽ ആസൂത്രിതമായി എല്ലാ വർഷവും കൃത്യമായി നടപ്പിലാക്കുന്ന ഒരു കൊള്ളയുടെ ഒരു ഭാഗം മാത്രമാണോ പുറത്തേക്ക് വന്നിട്ടുള്ളത് എന്നടക്കമുള്ള കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒപ്പം തന്നെ സ്വർണം പൂശിയിട്ടുള്ള, അതായത് ഒരു ദ്വാരപാലക ശില്പത്തിലടക്കമുള്ള ക്ഷേത്രത്തിൻ്റെ പല ഭാഗങ്ങളിലും സ്വർണം പൂശിയിട്ടുണ്ട്. അത് എല്ലാം ഇപ്പോൾ കൃത്യമായി പരിശോധിക്കേണ്ട ഒരു സാഹചര്യം നിലനിൽക്കുന്നു. കാരണം ഈ പല ഭാഗങ്ങളിലും ഈ ഒരു കൊള്ള നടന്നിട്ടുണ്ടെന്ന് എന്നൊരു കൃത്യമായ വിവരം SITക്ക് ലഭിച്ച സാഹചര്യത്തിൽ കൂടുതൽ ഭാഗങ്ങളിലേക്കും ശാസ്ത്രീയ പരിശോധനയും ഒപ്പം രേഖകളടക്കം പരിശോധിച്ചുകൊണ്ടുള്ള കൂടുതൽ പരിശോധനകളും ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. അനുശ്രീ, ശരി, ശബരിമലയിൽ നിന്നും കൂടുതൽ സ്വർണം മോഷ്ടിക്കപ്പെട്ടിരിക്കുന്നു എന്ന തരത്തിലുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. പ്രഭാമണ്ഡലം പൊതിഞ്ഞ സ്വർണ്ണപ്പാളി കൊള്ളയടിച്ചതായാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. അതോടൊപ്പം തന്നെ ശ്രീകോവിലിന്റെ കട്ടിളയിൽ സ്ഥാപിച്ചിരുന്ന ദശാവതാരങ്ങൾ ആലേഖനം ചെയ്ത ചെമ്പുപാളികളും രാശിചിഹ്നങ്ങൾ ആലേഖനം ചെയ്ത പാളികളിലും ഒക്കെ ഉണ്ടായിരുന്ന സ്വർണമൊക്കെ മോഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. ഇതിലൊക്കെ ഇനിയൊരു കണ്ടെത്തൽ SITയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടതുണ്ട്. അന്വേഷണങ്ങൾ പുരോഗമിക്കുമ്പോൾ ഇതിലുള്ള വിവരങ്ങളൊക്കെ പുറത്തു വരും എന്ന് തന്നെ നമുക്ക് കരുതാം. സാരൻ സുധാകരനാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോകുമ്പോൾ, ശബരിമല സ്വർണ്ണക്കൊള്ള അന്വേഷിക്കുന്ന SITയെ CPM രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നുവെന്ന ആരോപണവുമായി UDF. മുന്നണി കൺവീനർ അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യാനിരിക്കെയാണ് UDFന്റെ ഈ നീക്കം. എന്നാൽ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിട്ടില്ലെന്നും P ശശിയുടെ പണിയാണിപ്പോൾ നടക്കുന്നതെന്നും അടൂർ പ്രകാശ് ആരോപിച്ചു. ഏതായാലും ചാനലിലൂടെ മാത്രമാണ് അടൂർ പ്രകാശിനെ SIT വിളിച്ചിട്ടുണ്ട് എന്ന് എനിക്കറിയാൻ കഴിയും. എനിക്ക് യാതൊരു അറിവുമില്ല, എന്നെ അങ്ങനെ വിളിച്ചിട്ടുമില്ല. എന്തായാലും മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പൊളിറ്റിക്കൽ സെക്രട്ടറി ആണെന്ന് എനിക്ക് തോന്നുന്നു ശശി ഉണ്ടാക്കിയിട്ടുള്ള ഒരു പുതിയ ഒരു പണിയാണ് ഇപ്പോൾ നടന്നിട്ടുള്ളത്. അപ്പോൾ ശശിയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഒരു പക്ഷേ ഞങ്ങളെയൊക്കെ നേരിട്ട് അറിയിച്ചാൽ, എനിക്ക് ഒന്നും മറച്ചു വെക്കുവാനുമില്ല, ഏതവസരത്തിൽ അറിയിച്ചാലും അവിടെ എത്തുവാനും തയ്യാറാണ്. പക്ഷേ ചാനലുകാർ പറയുന്നതനുസരിച്ച് നിങ്ങൾ പറയുമ്പോൾ ഞാൻ SITയുടെ മുമ്പിലേക്ക് പോവുക എന്ന് പറയുന്നത് അതൊരു ശരിയായ കാര്യമായി ഞാൻ കാണുന്നില്ല. പക്ഷേ ഏതെങ്കിലും അവസരത്തിൽ എന്നെ വിളിച്ചാൽ നിങ്ങളെ കൂടി അവിടേക്ക് കൊണ്ടുവരണം, അവിടേക്ക് അനുവദിക്കണം എന്ന് ഞാൻ പറയും. അതല്ല എങ്കിൽ അതിന് മുമ്പ് തന്നെ ഞാനവിടെ പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങളെ കൂടി അറിയിക്കുന്നതാണ്. എനിക്ക് യാതൊരു കാര്യത്തിലും മറച്ചു വെക്കാൻ ഇല്ല എന്ന് ഇത്തരണത്തിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതേസമയം സ്വന്തക്കാരെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുമ്പോൾ എന്തിന് പരിഭ്രാന്തി എന്ന് വിമർശിച്ച CPM പോറ്റിക്ക് സോണിയാഗാന്ധിയെ കാണാൻ അവസരമൊരുക്കിയത് ആരെന്ന് വ്യക്തമാക്കണമെന്നും ആവർത്തിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ഡാൻ കുര്യൻ ചേരുന്നുണ്ട്. ഡാൻ, ഇപ്പോഴിതാ അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യാൻ ഒരുങ്ങുന്നു എന്ന തരത്തിലുള്ള വിവരങ്ങളൊക്കെ പുറത്തു വരുമ്പോഴാണ് UDFന്റെ ഭാഗത്ത് നിന്നും ഇത്തരത്തിലൊരു ആരോപണം ഉന്നയിക്കപ്പെടുന്നത്. അതെന്തുകൊണ്ട് ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ അത്തരം ഒരു ആരോപണം ഉന്നയിക്കപ്പെടുന്നു എന്നൊരു ചോദ്യം അവിടെ നിലനിൽക്കുകയാണ്. തീർച്ചയായിട്ടും ഈ അന്വേഷണം അവസാനിക്കാനുള്ള ഒരു സമയപരിധി അടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് കൂടുതൽ രാഷ്ട്രീയ ഉന്നതരിലേക്ക് അന്വേഷണം എത്താത്തത് എന്തുകൊണ്ടെന്ന വിമർശനം ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് ആഴ്ചകൾക്ക് മുമ്പ് ഉണ്ടായത്. അതിന് പിന്നാലെയാണ് SIT നിർണായകമായ ചില നീക്കങ്ങളിലേക്ക് കടന്നത്. അതിനിടെയാണ് കഴിഞ്ഞ ആഴ്ചയിൽ കടകംപള്ളി സുരേന്ദ്രൻ, അതായത് മുൻ ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനെയും ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റായിരുന്ന PS പ്രശാന്തിനെയും ഒക്കെ ചോദ്യം ചെയ്യുന്ന തരത്തിലേക്ക് വരെ കാര്യങ്ങൾ എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ആ ഒരു പശ്ചാത്തലത്തിൽ അത് വലിയ തരത്തിൽ CPMനെതിരെ രാഷ്ട്രീയ പ്രചാരണ വിഷയമാക്കി UDF, BJP ഒക്കെ രാഷ്ട്രീയ പ്രചാരണ വിഷയങ്ങളാക്കി വലിയ തരത്തിലുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്ന പശ്ചാത്തലത്തിലാണ് അടൂർ പ്രകാശിന്റെ മൊഴിയെടുത്തേക്കും എന്ന തരത്തിലുള്ള സൂചനകൾ കൂടി കഴിഞ്ഞ ദിവസം മുതൽ പുറത്തു വന്നു തുടങ്ങിയത്. അതിനോടാണ് രാഷ്ട്രീയമായ പ്രതികരണവുമായി ഇപ്പോൾ UDF രംഗത്തെത്തിയിരിക്കുന്നത്. അതായത് ഈ അന്വേഷണത്തിന്റെ ഗതിയെ തന്നെ, അതായത് SITക്ക് മേൽ വലിയ തരത്തിലുള്ള സമ്മർദ്ദം നിലനിൽക്കുന്നുവെന്ന ആക്ഷേപമാണ് UDFന്റെ കൺവീനർ കൂടിയായ അടൂർ പ്രകാശ് അല്പസമയം മുമ്പ് മാധ്യമങ്ങളോട് പ്രതികരിച്ചപ്പോൾ വ്യക്തമാക്കിയത്. അതോടൊപ്പം AICCയുടെ സംഘടനാകാര്യ ജനറൽ സെക്രട്ടറി KC വേണുഗോപാലും ഇതേ വിമർശനവുമായി രംഗത്തെത്തി. വലിയ തരത്തിലുള്ള വിമർശനം അല്ലെങ്കിൽ വലിയ തരത്തിലുള്ള സമ്മർദ്ദം SITക്ക് മേൽ നിലനിൽക്കുകയാണ് എന്നാണ് KC വേണുഗോപാലും ആക്ഷേപം ഉന്നയിച്ചിരിക്കുന്നത്. അതായത് SITയെ സമ്മർദ്ദത്തിലാക്കിയുള്ള ബോധപൂർവമായ നീക്കം
സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ആഭ്യന്തര വകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു എന്ന തരത്തിലുള്ള വിമർശനമാണ് ഇപ്പോൾ UDF നേതാക്കൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും അടൂർ പ്രകാശിനെ വൈകാതെ തന്നെ ചോദ്യം ചെയ്യാനായി വിളിച്ചു വരുത്തുമോ, അതോ ഏതെങ്കിലും തരത്തിലുള്ള മറ്റ് സമ്മർദ്ദ നീക്കങ്ങളുടെ ഭാഗമായിട്ടുള്ള ഇടപെടലാണോ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്? ഇതടക്കമുള്ള കാര്യങ്ങളിലൊക്കെ വരും ദിവസങ്ങളിൽ വ്യക്തത കൈവരും. എന്തായാലും UDF ഇതിനെ SITയെ രാഷ്ട്രീയമായ പകപോക്കലിന് വേണ്ടി ഉപയോഗിക്കുന്നു എന്ന തരത്തിലുള്ള ഒരു വിമർശനം ഉന്നയിച്ചുകൊണ്ട് രംഗത്തെത്തുന്ന സാഹചര്യമാണ് നിലവിലുണ്ടായിരിക്കുന്നത്. അതേസമയം അടൂർ പ്രകാശ് സോണിയാഗാന്ധിയുടെ അടുക്കൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി എത്താനിടയായ സാഹചര്യം എന്തായിരുന്നു എന്നതിനെ സംബന്ധിച്ച് വിശദമായ അന്വേഷണം SIT നടത്തുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിന്റെ ഭാഗമായി, അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള അടൂർ പ്രകാശിന്റെ സൗഹൃദം എത്ര നാളായുള്ളതാണ്, ആ സൗഹൃദത്തിന്റെ പേരിൽ സോണിയാഗാന്ധിയുടെ അടുക്കലേക്ക് എത്താനിടയായ സാഹചര്യം എന്താണ്, അതടക്കമുള്ള കാര്യങ്ങൾ അടൂർ പ്രകാശിൽ നിന്ന് തന്നെ SIT ചോദിച്ചറിയുമെന്നുള്ള സൂചനകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ അന്വേഷണം അതിന്റെ ഏറ്റവും നിർണായകമായ ഒരു ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ പരസ്പരം പഴിചാരി ആരോപണ പ്രത്യാരോപണങ്ങളുമായി മുതിർന്ന നേതാക്കൾ തന്നെ രംഗത്തെത്തുന്ന അസാധാരണമായ ഒരു കാഴ്ചയാണ് ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയത്തിൽ ഇപ്പോഴുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഡാനി, സ്വന്തക്കാരെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുമ്പോൾ മാത്രം എന്തുകൊണ്ടാണ് ഇത്രയധികം പരിഭ്രാന്തി എന്ന് CPM വിമർശിച്ചതുപോലെ തന്നെ UDFന് എന്തുകൊണ്ട് ഈ ഒരു സാഹചര്യത്തിൽ ഇത്രയധികം പരിഭ്രാന്തി ഉണ്ടാകുന്നു എന്നൊരു ചോദ്യം അവിടെ ഉയരുകയാണ്. അത് പ്രധാനമായും സോണിയാഗാന്ധിക്കൊപ്പം ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി നിൽക്കുന്ന ദൃശ്യങ്ങളടക്കം ചിത്രങ്ങളടക്കം പുറത്തു വന്ന ഒരു സാഹചര്യം കൂടി നിലനിൽക്കുമ്പോൾ അത് UDFനും ഒരു ഭയം ഉണ്ടാക്കുന്നു ഈ സ്വർണ്ണക്കൊള്ള എന്ന് വേണ്ടേ കരുതാൻ? അല്പസമയം മുമ്പ് മുതിർന്ന നേതാവ് MM ഹസൻ മാധ്യമങ്ങളോട് തിരുവനന്തപുരത്ത് പ്രതികരിച്ചിട്ട് അദ്ദേഹം പറഞ്ഞത്, ഒരു ഫോട്ടോയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഒന്നിച്ചു നിൽക്കുന്നതാണ് അടൂർ പ്രകാശ് ചെയ്ത തെറ്റെങ്കിൽ ആദ്യം ചോദ്യം ചെയ്യേണ്ടത് മുഖ്യമന്ത്രിയെയാണ്, SIT ചോദ്യം ചെയ്യേണ്ടത് മുഖ്യമന്ത്രിയാണ്, അതിനുശേഷം വേണം അടൂർ പ്രകാശിലേക്ക് എത്താനെന്നാണ്. കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റി സർക്കാരിന്റെ ഭാഗമായുള്ള പല ഉന്നതരുമായി ഒപ്പം നിന്ന് ചിത്രങ്ങൾ എടുത്തതും ആ ചിത്രങ്ങൾ പല ചടങ്ങുകളിൽ പങ്കെടുത്ത അടക്കമുള്ള ചിത്രങ്ങൾ പുറത്തു വന്നതാണ്. അത്തരത്തിലൊരു ചിത്രം മാത്രമാണ് അടൂർ പ്രകാശുമായി ബന്ധപ്പെടുത്തി ഉണ്ണികൃഷ്ണൻ പോറ്റിയത് എന്ന പേരിൽ പുറത്തു വന്നിരിക്കുന്നത്. അതിനപ്പുറത്തേക്ക് മറ്റ് മാനങ്ങളൊന്നും കൽപ്പിക്കേണ്ടതില്ല എന്ന ഒരു നിലപാടിലാണ് കോൺഗ്രസ് നേതൃത്വം. അതുകൊണ്ടാണ് അവർ അത്തരത്തിലുള്ള ഒരു വിമർശനം കടുപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും അടൂർ പ്രകാശ് അന്വേഷണവുമായി ഏതെങ്കിലും തരത്തിൽ അദ്ദേഹത്തിന് നോട്ടീസ് ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായാൽ അന്വേഷണവുമായി പൂർണ്ണമായി സഹകരിക്കുമെന്ന് ഇതിനോടകം തന്നെ വ്യക്തമാക്കി കഴിഞ്ഞു. മാത്രമല്ല മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായ P ശശിയാണ് ഇതിന് പിന്നിലെന്നൊരു ആക്ഷേപം കൂടി ഉന്നയിക്കുന്നതിലൂടെ കൃത്യമായ SITക്ക് മേൽ സമ്മർദ്ദം ചെലുത്താനുള്ള നീക്കം ബോധപൂർവമായി ആഭ്യന്തര വകുപ്പിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു എന്നൊരു വിമർശനം കൂടി ഇതോടെ ഉയരുകയാണ്. അടുത്തയാഴ്ചയിൽ ഇടക്കാല റിപ്പോർട്ട് സമർപ്പിച്ചേക്കുമെന്നാണ് സൂചന SIT ഹൈക്കോടതിയിൽ. അങ്ങനെ ഇടക്കാല റിപ്പോർട്ട് സമർപ്പിക്കുമ്പോൾ അതുവരെയുള്ള അന്വേഷണ പുരോഗതി, ഈ കഴിഞ്ഞ തവണ കോടതി ഇതുമായി ബന്ധപ്പെട്ട കേസ് പരിഗണിച്ച ശേഷം നടത്തിയ പരാമർശങ്ങൾ, അതിനുശേഷം നടത്തിയ അന്വേഷണത്തിലെ കണ്ടെത്തലുകൾ, ശേഖരിച്ച തെളിവുകൾ, 3 പേരെ, അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും പങ്കജ് ഭണ്ഡാരിയെയും അതോടൊപ്പം തന്നെ ഗോവർദ്ധനെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്തതിലൂടെ ലഭിച്ച വിവരങ്ങൾ, ഇതടക്കമുള്ള കാര്യങ്ങൾ വിശദമായി തന്നെ പരിശോധിക്കേണ്ടതായി വരും. ആ കാര്യങ്ങളെക്കുറിച്ചൊക്കെയുള്ള സമഗ്രമായ റിപ്പോർട്ടായിരിക്കും കോടതിയിൽ SIT സമർപ്പിക്കുക. അവിടെ കോടതി അതിൽ തൃപ്തരാകുമോ എന്നതാണ് ഇനി SITയുടെ ക്രെഡിബിലിറ്റി എത്രത്തോളം ഉണ്ട് ഈ വിഷയത്തിൽ എന്ന കാര്യത്തിൽ നിർണായകമായി മാറാൻ പോകുന്നത്. അതുപോലെ തന്നെ ഈ P ശശിയുടെ പണിയാണ് ഇപ്പോൾ നടക്കുന്നതെന്നാണ് അടൂർ പ്രകാശിന്റെ ആരോപണം വന്നിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ആ ആരോപണത്തിൽ എന്തെങ്കിലും കഴമ്പുണ്ടെങ്കിൽ ഈ സ്വർണ്ണക്കൊള്ള അന്വേഷിക്കുന്ന SITയെ സ്വാധീനിക്കാൻ CPM ശ്രമിക്കുന്നു എന്ന തരത്തിൽ പുറത്തു വരുന്ന വിവരങ്ങൾ, അത്തരത്തിൽ UDF ഉന്നയിക്കുന്ന ആരോപണങ്ങൾ, അതിലൊക്കെ ഒരു സത്യമുണ്ടെന്ന് വേണ്ടേ മനസ്സിലാക്കാൻ? സാധാരണയായി ഇത്തരത്തിലുള്ള വിവാദങ്ങൾ ഉണ്ടാകുമ്പോൾ സംസ്ഥാനത്തെ ആഭ്യന്തര വകുപ്പിന് കീഴിലുള്ള ഒരു പ്രത്യേക സംഘം അന്വേഷണവുമായി പോലീസ് സംവിധാനത്തിന്റെ ഭാഗത്തുനിന്ന് വരുമ്പോൾ എല്ലാ രാഷ്ട്രീയ കക്ഷികളും ഇത്തരത്തിലുള്ള ആക്ഷേപങ്ങൾ ഉന്നയിക്കാറുണ്ട്. അതിനപ്പുറത്തേക്ക് ഇവിടെ നമ്മൾ എടുത്തു കാണേണ്ട കാര്യം, SITയെ നിയോഗിച്ചിരിക്കുന്നത് ഹൈക്കോടതിയാണ്. ഹൈക്കോടതിയുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിലാണ്, നേരിട്ടുള്ള നിരീക്ഷണത്തിലാണ് അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഓരോ ഘട്ടങ്ങളിലും
അടുത്ത ദിശ എങ്ങനെയായിരിക്കും, അന്വേഷണത്തിന്റെ അടുത്ത ദിശ എങ്ങനെയായിരിക്കും, ചോദ്യം ചെയ്യൽ എങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ അടുത്തത് ആരിലേക്കായിരിക്കും അന്വേഷണം എത്തുക, ഇത് സംബന്ധിച്ച കൃത്യമായ ഡയറക്ഷൻസ് അത് രഹസ്യ സ്വഭാവത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥർ, അഭിഭാഷകരെ വരെ ഒഴിവാക്കിക്കൊണ്ട് അത്തരത്തിൽ കൃത്യമായി അന്വേഷണ ഉദ്യോഗസ്ഥരും ജഡ്ജിമാരും മാത്രമായി സംസാരിക്കുന്ന തരത്തിലേക്ക് അത്രയും രഹസ്യാത്മക സ്വഭാവത്തിലാണ് കേസ് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഹൈക്കോടതിയും അതേ ഗൌരവത്തിൽ തന്നെയാണ് ഈ കേസ് പരിഗണിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയൊരു പശ്ചാത്തലത്തിലാണ് SITക്ക് മേൽ ഒരു സംശയത്തിന്റെ മുനെ ഉന്നയിച്ചുകൊണ്ട് കോൺഗ്രസ് നേതൃത്വം രംഗത്തെത്തുന്നത് എന്നതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. എന്തായാലും കാത്തിരിക്കാം SIT അടൂർ പ്രകാശിനെ അത്തരത്തിൽ മൊഴിയെടുക്കാനായി വിളിച്ചു വരുത്തുമോ എന്നറിയാൻ. അങ്ങനെ ഒരു നീക്കം ഈ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇനി ഉടൻ ഉണ്ടാകുമോ, അതോ അല്പം കൂടെ കഴിഞ്ഞിട്ട് മതി എന്നൊരു നിലപാടിലേക്ക് പ്രത്യേക അന്വേഷണ കടക്കുമോ, ഇതടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത കൈവരാനുണ്ട്. എന്തായാലും ഹൈക്കോടതിയിൽ അടുത്തയാഴ്ച സമർപ്പിക്കാനിരിക്കുന്ന ഇടക്കാല റിപ്പോർട്ടിൽ രാഷ്ട്രീയ നേതൃത്വവുമായി ബന്ധപ്പെട്ട ഈ കേസുമായി ബന്ധപ്പെട്ട് ഉയർന്ന ആക്ഷേപങ്ങൾ സംബന്ധിച്ച വിശദാംശങ്ങൾ കൂടി ഉൾപ്പെട്ടേക്കും എന്നുള്ള സൂചനകളാണ് ഇപ്പോൾ ലഭ്യമാകുന്നത്. ശരി, ഡാൻ കുര്യനാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. ഒരിടവേളയാണ്, ഇടവേളയ്ക്ക് ശേഷം മടങ്ങിയെത്താം. സേവ് ബോക്സ് ആപ്പ് തട്ടിപ്പിൽ നടൻ ജയസൂര്യയുടെ അക്കൗണ്ടുകളിൽ കൂടുതൽ പരിശോധന. ജയസൂര്യ അടുത്തയാഴ്ച ED വീണ്ടും ചോദ്യം ചെയ്യും. അതിനു മുൻപ് ബാങ്ക് രേഖകൾ ഹാജരാക്കാനാണ് നിർദ്ദേശം. തട്ടിപ്പിലെ പ്രധാന പ്രതി സ്വാദിഖ് റഹീമിന്റെ കമ്പനികളിൽ നിന്ന് 1 കോടി രൂപ ജയസൂര്യയുടെയും ഭാര്യയുടെയും അക്കൗണ്ടിൽ എത്തിയെന്നാണ് ED കണ്ടെത്തൽ. എന്നാൽ ബ്രാൻഡ് അംബാസിഡർക്കുള്ള പ്രതിഫലമെന്നാണ് ജയസൂര്യയുടെ പ്രാഥമിക മൊഴി. ഡാനി പോൾ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ഡാനി, ബ്രാൻഡ് അംബാസിഡർക്കുള്ള പ്രതിഫലമാണ് ലഭിച്ചിരിക്കുന്നത് എന്ന് ജയസൂര്യ പറയുമ്പോഴും പിന്നെയും ചോദ്യം ചെയ്യലിന് ഒരുങ്ങുകയാണ് ED. അങ്ങനെയെങ്കിൽ ജയസൂര്യയുടെ ഈ മൊഴിയിൽ ED തൃപ്തരല്ല, ഇതിൽ ഇനിയും എന്തൊക്കെയോ ചുരുളഴിയാനുണ്ട് എന്ന് തന്നെ വേണ്ടേ മനസ്സിലാക്കാൻ? അനുശ്രീ, അങ്ങനെ തന്നെയാണ്. കാരണം ജയസൂര്യ നൽകിയിരിക്കുന്ന മൊഴിയും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന് ഈ അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റുകളും എല്ലാം തന്നെ അത് തുല്യത പാലിച്ചു പോകേണ്ടതുണ്ട്. അതിൽ കൂടുതൽ വ്യക്തതയും വരുത്തി മുന്നോട്ട് പോകണം. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ അവർ ആവശ്യപ്പെട്ടിരിക്കുന്നത് ജനുവരി 7-നകം തന്നെ ഈ അക്കൗണ്ട് സംബന്ധിയായ കാര്യങ്ങളിൽ ED ചില ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ചില രേഖകൾ നിർബന്ധമായും ഹാജരാക്കണമെന്നതടക്കമുള്ള കാര്യങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ EDക്ക് മുൻപ് അതിന് മുൻപായിട്ട് നൽകുകയും അത് പരിശോധിച്ച ശേഷം വീണ്ടും ഇവിടെ 3-ാം വട്ടവും ജയസൂര്യയെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചോദ്യം ചെയ്യുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. കാരണം രേഖകൾ സമർപ്പിച്ച ശേഷം അതിൻ്റെ ഒരു വിശകലനവും നേരത്തെ നൽകിയ മൊഴി 2 വട്ടം ജയസൂര്യ ചോദ്യം ചെയ്തു കഴിഞ്ഞു. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം തന്നെ പരിശോധിച്ച ശേഷം വീണ്ടും ജയസൂര്യയോട് ഹാജരാകാൻ തന്നെയാണ് ആവശ്യപ്പെടുന്നത് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ജയസൂര്യയുടെയും ഭാര്യയുടെയും അക്കൗണ്ടുകളിലേക്ക് ഏതാണ്ട് 1 കോടിയോളം രൂപ ഇവരുമായി ബന്ധപ്പെട്ടുകൊണ്ട് വന്നിട്ടുണ്ട് എന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇതിൻ്റെ മുഖ്യ സൂത്രധാരൻ, ഈ ആപ്പിൻ്റെ മുഖ്യ സൂത്രധാരനായ സ്വാദിഖ് റഹീമിൻ്റെ അക്കൗണ്ടിൽ നിന്ന് തന്നെയാണ് ഈ തുക വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പണം നിയമവിരുദ്ധമാണ് എന്ന രീതിയിലാണ് EDയുടെ ഒരു നിഗമനം. കാരണം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഹവാല ഇടപാടുകൾ അടക്കമുള്ള കാര്യങ്ങൾ നടന്നിട്ടുണ്ട് എന്ന് സംശയിക്കുന്നു, സ്വാദിഖ് റഹീം നടത്തിയിട്ടുണ്ട് എന്ന് സംശയിക്കുന്നു. അപ്പോൾ അതിൻ്റെ ആ ഒരു തുകയുടെ ഭാഗം, അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്ന് സമാഹരിച്ച പണത്തിൻ്റെ തട്ടിപ്പ് നടത്തി സ്വീകരിച്ച ആ തുകയുടെ ഒരു ഭാഗം തന്നെയാണ് പ്രതിഫലമാണെങ്കിൽ കൂടിയും ജയസൂര്യയുടെ അക്കൗണ്ടിലേക്കും ഭാര്യയുടെ അക്കൗണ്ടിലേക്കും വന്നിട്ടുള്ളത് എന്നതാണ് ED പറയുന്നത്. നിയമപ്രകാരം ഈ രീതിയിലുള്ള പണം ഏത് വിധേനയും സ്വീകരിച്ചാൽ, അത് പ്രതിഫലമായോ അല്ലാതെയോ സ്വീകരിച്ചാലും അത് കുറ്റകൃത്യങ്ങളിൽ തന്നെ പെടുന്നതാണ്. അപ്പോൾ സ്വാഭാവികമായും അത്തരം നടപടികൾക്ക് ജയസൂര്യയും നിയമ നടപടികൾക്ക് വിധേയനാകേണ്ടി വരുമെന്ന സൂചന തന്നെയാണ് ലഭിക്കുന്നത്. സ്വാദിഖ് റഹീം ഇതിൽ എങ്ങനെയാണ് ഈ പണം സമാഹരിച്ചത് എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലും ജയസൂര്യയെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമാകുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ പരിശോധിച്ച ശേഷമായിരിക്കും 3-ാം വട്ടവും ജയസൂര്യയെ വിളിപ്പിക്കുന്ന കാര്യത്തിലേക്ക് പോകുക. ജയസൂര്യയെ ഈ ആഴ്ച തന്നെ, അതായത് ജനുവരി 7-ന് ശേഷം ജയസൂര്യയെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഇതിൽ നിരവധിയായ സിനിമാ താരങ്ങളടക്കം ഇയാളുടെ ഒരു പ്രലോഭനത്തിലോ അല്ലെങ്കിൽ ഇയാൾ പറയുന്ന കാര്യങ്ങൾ പലപ്പോഴും വിശ്വസിച്ചുകൊണ്ട് അവർക്കൊപ്പം നടക്കുകയോ ഇയാൾക്കൊപ്പം ഉണ്ടാവുകയോ ചെയ്തിട്ടുണ്ട് എന്ന വിലയിരുത്തൽ EDക്കുണ്ട്. പല പുതിയ തലമുറ സിനിമാ താരങ്ങളും തന്നെയാണ് ഇയാളുടെ ഈ ആപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പരസ്യങ്ങളിലോ അല്ലെങ്കിൽ അവരുടെ പ്രൊമോഷൻ പരിപാടികളിലോ പങ്കെടുക്കുകയും സഹകരിക്കുകയും എല്ലാം തന്നെ ചെയ്തിട്ടുള്ളത്. ജയസൂര്യ പറയുന്നു താനൊരു ബ്രാൻഡ് അംബാസിഡർ എന്ന രീതിയിൽ മാത്രമാണ് ഇതിൽ തനിക്ക് കാര്യങ്ങളുള്ളത്. താനൊരിക്കലും അവർ ഓഹരി ഉടമയല്ല, താനൊരിക്കലും ഒരു നിക്ഷേപം നടത്തിയിട്ടില്ല, അവരിൽ നിന്ന് ഒരു ലാഭവിഹിതം പിന്നീട് കൈപ്പറ്റാം, അങ്ങനെ ഒരു കാര്യങ്ങൾ
കാര്യങ്ങളേ ഇല്ല. ഇതിന് കൃത്യമായ കരാറുകളുണ്ട്, വ്യവസ്ഥകളുണ്ടായിരുന്നു. തനിക്കും ഇനിയും പണം ലഭിക്കാനുണ്ട്, അതുപോലും ലഭിച്ചിട്ടില്ല എന്നതാണ് ജയസൂര്യ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും രണ്ട് കാര്യങ്ങളിൽ അന്വേഷണം മുന്നോട്ട് പോകുന്നു. അത് ഈ ഹവാല ഇടപാടുകൾ, ഈ സ്ഥാപനം ബോക്സ് ആപ്പ് ഏത് രീതിയിൽ കൈകാര്യം ചെയ്തിട്ടുണ്ട്, മറ്റുള്ളവരുടെ പണം തട്ടിപ്പിന് വിധേയമാക്കിയിട്ടുണ്ട് എന്നത് പരിശോധിക്കുന്നു. ഒപ്പം തന്നെയും ഈ ജയസൂര്യയെ പോലുള്ള ആളുകളെ ഏത് രീതിയിലാണ് ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത് എന്നതുകൂടി പരിശോധിക്കുന്നുണ്ട്. കാരണം സമൂഹത്തിൽ വളരെ സ്വാധീനമുള്ള ആളുകളെ തന്നെ ഇതിൻ്റെ ഒരു മുഖമായി ഉപയോഗിച്ചുകൊണ്ട് കൂടുതൽ നിക്ഷേപകരെ ആകർഷിക്കുക എന്നൊരു തന്ത്രം തന്നെയാണ് സ്വീകരിച്ചിട്ടുള്ളത്. അതിൽ ജയസൂര്യ അടക്കം ആളുകൾക്ക് എത്രത്തോളം ഇതെല്ലാം തന്നെ അറിയാമായിരുന്നു എന്നത് ചോദ്യമാണ്. പക്ഷേ ED അന്വേഷിക്കുന്ന ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തെളിവുകളാണ്. ഈ തെളിവുകളിൽ ജയസൂര്യയുടെ അക്കൗണ്ട് ഡീറ്റെയിൽസുകളെല്ലാം തന്നെ വളരെ നിർണായകമായ ഒരു തെളിവുകളായിട്ട് മാറും എന്നത് തന്നെയാണ് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്. അതിൽ ഈ വളരെ നിർണായകമായ ഒരു പരിശോധനകൾ തന്നെയായിരിക്കും വരും ദിവസങ്ങളിൽ നടക്കുക. ജയസൂര്യയുടെയും ഭാര്യയുടെയും അക്കൗണ്ടുകളിലേക്ക് വന്നിട്ടുള്ള പണം അതെവിടെ നിന്ന്, എങ്ങനെയാണ്, ഏത് രീതിയിൽ കൈപ്പറ്റിയിട്ടുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ കൂടി ചോദിച്ചറിയുകയാണ്. എന്തായാലും സേബ് ബോക്സ് ആപ്പിൻ്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ED വളരെ മുന്നോട്ട് പോകുന്നു. നിരവധിയായ ചോദ്യം ചെയ്യലുകളും ഇതിന് തുടർച്ചയായി ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഡാനി, 1 കോടിയോളം വരുന്ന രൂപ ബ്രാൻഡ് അംബാസഡർക്കുള്ള പ്രതിഫലമാണെന്ന് ജയസൂര്യ പറയുമ്പോഴും അത്തരത്തിൽ അങ്ങനെ ഒരു പ്രതിഫലമാണെങ്കിൽ തന്നെ അത് വരാനുള്ള സാധ്യത കൂടുതലും ജയസൂര്യയുടെ അക്കൗണ്ടിലേക്കാണ്. അപ്പോൾ അത് എന്തുകൊണ്ട് ഭാര്യയുടെ അക്കൗണ്ടിലേക്ക് കൂടി വന്നു എന്ന് പറയുന്നിടത്തല്ലേ അവിടെ സംശയം നിലനിൽക്കുന്നതും ജയസൂര്യയ്ക്ക് മേൽ കൂടുതൽ കുരുക്ക് മുറുകുന്നതും? ശ്രീകാര്യത്തിൽ ഭാര്യയുടെ അക്കൗണ്ടിലേക്ക് എങ്ങനെ പണം വന്നു, അല്ലെങ്കിൽ അവരുടെ കരാർ എന്തായിരുന്നു എന്നത് അവർക്ക് മാത്രം അറിയാവുന്ന കാര്യങ്ങളാണ്. അത്തരം കാര്യങ്ങൾ EDയോട് അവർ ബന്ധപ്പെടുത്തി ചോദിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ ഒരു സ്ഥാപനം എന്ന രീതിയിൽ ജയസൂര്യയുടെ ഫിനാൻസ് കാര്യങ്ങൾ, സാമ്പത്തിക കാര്യങ്ങളെല്ലാം തന്നെ കൂടുതലായും കൈകാര്യം ചെയ്യുന്നത് ഈ കുടുംബം തന്നെയാണ് എന്നതാണ് പറയുന്നത്. അത്തരം കാര്യങ്ങളും സിനിമാ സംബന്ധിയായ കാര്യങ്ങളും ബിസിനസ്സും നമുക്കറിയാം, അവർക്ക് ബിസിനസ്സുകളും മറ്റുമുള്ള കാര്യങ്ങൾ. അപ്പോൾ ഒരുപക്ഷെ ഒരു സ്ഥാപനമായി നിർത്തിക്കൊണ്ടോ അങ്ങനെ ഏതെങ്കിലും രീതിയിലുള്ള ഒരു സ്ഥാപനം രജിസ്റ്റർ ചെയ്തിട്ടും കരാറുണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായും അതിൻ്റെ ഒരു പാർട്ണറോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. അതെന്ത് തന്നെയായാലും അത് ED അത്തരം കാര്യങ്ങൾ ചോദിച്ചറിയുന്നുണ്ട്. അതിൽ എന്താണ് ഇവരുടെ പേരിലേക്കും തുക വന്നിരിക്കുന്നതിനനുസരിച്ച് ചോദിച്ചതുപോലെ ഇവർക്കും ഇതിലെന്ത് കാര്യം എന്ന രീതിയിലുള്ളൊരു ചോദ്യം ഉണ്ടായിരുന്നു. അതിലാണ് അവരെയും അന്ന് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുക, അവരെ മൊഴിയെടുക്കുകയും എല്ലാം തന്നെ ചെയ്തത്. അപ്പോൾ ഒരുപക്ഷെ ഈ കാര്യങ്ങളിൽ, സ്ഥാപനങ്ങൾ സംബന്ധിയായ കാര്യങ്ങളിലെല്ലാം തന്നെ കൂടുതൽ വ്യക്തത വേണം. അതുകൊണ്ട് തന്നെയാണ് അതുമായി ബന്ധപ്പെട്ട രേഖകളും എല്ലാം തന്നെ ഹാജരാക്കാനും ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഈ കരാർ സംബന്ധിയായ കാര്യങ്ങളിൽ വളരെയധികം തന്നെ ED അന്വേഷണം നടത്തുന്നുണ്ട്. കാരണം ഇതിൻ്റെ ഒരു ലാഭവിഹിതം പിന്നീട് വാഗ്ദാനം ചെയ്തു എന്നതടക്കമുള്ള കാര്യങ്ങൾ കൂടി പറയപ്പെടുന്നുണ്ട്. പക്ഷേ അതിനൊരു സ്ഥിരീകരണമോ കാര്യങ്ങളോ വേണം. ആ രീതിയിൽ പിന്നീട് പണം കൈമാറാൻ തയ്യാറായിട്ടുണ്ടോ എന്നത് പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. ഒപ്പം മറ്റ് സിനിമാ താരങ്ങൾ, ചലച്ചിത്ര മേഖലയിലെ പലരും തന്നെ, പ്രത്യേകിച്ച് ഈ പുതിയ ആളുകൾ, സിനിമയിലേക്ക് വന്ന നവാഗതർ, അവരെല്ലാം തന്നെ ഈ ആപ്പിൻ്റെ പ്രൊമോഷൻ ഭാഗങ്ങളായിട്ട് പങ്കെടുത്തിട്ടുണ്ട്. പലരും തന്നെ ഇവരുടെ പരിപാടികൾക്ക് വരികയും പങ്കെടുക്കുകയും എല്ലാം തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവരെല്ലാം ഏത് രീതിയിലാണ് ഇയാളുമായി കണക്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് എന്നാണ്. ഇയാൾ ഒരു മോട്ടിവേഷണൽ സ്പീക്കർ എന്നൊക്കെ അറിയപ്പെട്ടിരുന്നു എന്നെല്ലാമാണ് പറയുന്നത്. വളരെ വാക്ചാതുര്യം കൊണ്ട് എല്ലാവരെയും വശീകരിച്ചുകൊണ്ട് ഇതിനോടൊപ്പം തന്നെ കൊണ്ടുപോകാൻ കഴിഞ്ഞത് ഉണ്ടാക്കിയ സൗഹൃദ സമ്പത്ത്, സിനിമയിൽ നിന്നുണ്ടാക്കിയ സൗഹൃദങ്ങളെല്ലാം തന്നെയും ഇതിനു വേണ്ടി അയാൾ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് എന്നതാണ്. ഏതായാലും അദ്ദേഹത്തിൻ്റെ ഭാവനയിൽ വിരിഞ്ഞ ഈ ഓൺലൈൻ ട്രേഡിംഗ് എന്നുള്ള ആ കാര്യങ്ങൾ, അത് ഓൺലൈൻ ട്രേഡിംഗ് അല്ല, ഈ ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ ലേല സൈറ്റുകൾ, അത് ആ രീതിയിലൊരു തുടക്കത്തിൽ ശ്രദ്ധ നേടിയിരുന്നെങ്കിലും പിന്നീട് അതൊരു തട്ടിപ്പിൻ്റെ മറയാക്കി കൊണ്ടുപോവുകയായിരുന്നുവെന്ന് നേരത്തെ തന്നെ പോലീസിൻ്റെ അന്വേഷണത്തിലും തെളിഞ്ഞതാണ്. ആ കാര്യങ്ങളിൽ തൃശ്ശൂർ പോലീസ് കേസെടുക്കുകയും അറസ്റ്റിലേക്ക് അടക്കം പോവുകയും ചെയ്തിരുന്നു. ഇതിൽ തുടക്കക്കാരെ പരാതി നൽകിയപ്പോൾ തന്നെ ഇയാൾ മറ്റുള്ളവരിൽ നിന്ന് സ്വീകരിച്ച, മറ്റിരകളിൽ നിന്ന് സ്വീകരിച്ച പണം ഉപയോഗിച്ചുകൊണ്ട് ആ തുടക്കക്കാരായ പരാതിക്കാരെ ഒഴിവാക്കി പിന്നീട് പരാതികൾ പെരുകുകയായിരുന്നു. ഏതായാലും ഇക്കാര്യങ്ങളിലെല്ലാം കൂടുതൽ അന്വേഷണത്തിലേക്ക് പോകുന്നു. പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഇതിൽ ഏതെങ്കിലും രീതിയിലുള്ള ഹവാല ഇടപാടുകൾ, കള്ളപ്പണ ഇടപാടുകൾ നടന്നിട്ടുണ്ടോ എന്നത് തന്നെയാണ് ED കൂടുതലായും പരിശോധിക്കുന്നത്. ആ അന്വേഷണത്തിൽ സിനിമാ രംഗത്ത് ഉള്ളവർ അറിഞ്ഞോ അറിയാതെയോ ഇതിൽ പെട്ടിട്ടുണ്ടോ എന്നത് കൂടി പരിശോധിക്കുന്നു. ചോദ്യം ചെയ്യലുകൾ നിർണായകമാണ്. ജയസൂര്യയുടെ ബാങ്ക് രേഖകളടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നു. അതിനുശേഷം വരുന്ന ആഴ്ച കൂടുതൽ ചോദ്യം ചെയ്യലുകൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടാകും. ഡാനി, അതുപോലെ ഈ മലയാള സിനിമയിലെ മറ്റു പല നടന്മാരുമായും ഈ റഹീമിനടുത്ത ബന്ധമുണ്ടെന്നാണ് പുറത്തു വരുന്ന വിവരം. അങ്ങനെയെങ്കിൽ ഈ ജയസൂര്യയിലേക്ക് അന്വേഷണവും ചോദ്യം ചെയ്യലും ഒന്നും ഒതുങ്ങാതെ മറ്റുള്ളവരിലേക്ക് കൂടി ഇത് അന്വേഷണം വ്യാപിപ്പിക്കാനുള്ള സാധ്യതയുണ്ടോ?
ചോദ്യം ചെയ്യലിൻ്റെ ഒരു അടുത്ത ഘട്ടത്തിൽ അല്ലെങ്കിൽ അന്വേഷണത്തിൻ്റെ അടുത്ത ഘട്ടത്തിലായിരിക്കും മറ്റുള്ളവരിലേക്ക് ഇത് നീങ്ങുമോ എന്ന കാര്യത്തിൽ വ്യക്തതയോടെ പറയുവാനായിട്ട് സാധിക്കും. നിലവിൽ മറ്റ് സിനിമാ താരങ്ങളെ അന്വേഷണത്തിൻ്റെ ഭാഗമായി ചോദ്യം ചെയ്യുകയോ വിളിപ്പിക്കലോ ഈ ഘട്ടത്തിൽ വരെ ചെയ്തിട്ടില്ല. പക്ഷേ അതിൻ്റെ ഒരു വിശദാംശങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്. കാരണം ഒരു പുതിയ തലമുറ സംവിധായകനടക്കം മറ്റ് നടന്മാരടക്കം ഈ ആപ്പിൻ്റെ പ്രൊമോഷൻ പരിപാടികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. പക്ഷേ അവർക്ക് പറയാനുള്ളത് മറ്റൊന്ന് ഒരു കൗതുകമുള്ള കാര്യമാണ്. കാരണം ഇവർ ഈ പ്രൊമോഷൻ പരിപാടികൾക്ക് വിളിപ്പിച്ചിട്ട് ഐഫോൺ സമ്മാനമായി നൽകുന്നു. പുതിയ ഐഫോണിൻ്റെ പാക്കറ്റ് അതിനകത്ത് പഴയ ഐഫോൺ ഇട്ട് നൽകി കബളിപ്പിച്ചു എന്നൊരു കാര്യം കൂടി ഇവർക്കിടയിലുള്ള സംസാരങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ ടിപ്പിന് ഒരു കുറവും ഒരു ഘട്ടത്തിലും ഉണ്ടായിട്ടിരുന്നില്ല. പിന്നീട് മറ്റുള്ളവരെ വലിയ രീതിയിലേക്ക് തന്നെ തട്ടിപ്പിന് ഇരയാക്കുകയായിരുന്നു. ഏതായാലും സിനിമാ മേഖലയിലുള്ളവരിൽ നിന്ന് പ്രാഥമികമായ രീതിയിലുള്ള വിശദാംശങ്ങൾ തേടുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. കാരണം ഇതുമായി സഹകരിച്ചിട്ടുള്ളവർ ഏത് രീതിയിലുള്ളൊരു സഹകരണമായിരുന്നു എന്ന് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏത് രീതിയിൽ അവർ ഇതുമായി കണക്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു, അവർക്ക് ഇതിൻ്റെ എങ്ങനെയാണ് അവർക്ക് ഇതിൽ പണം നൽകുന്നു, പ്രൊമോഷൻ പരിപാടികളുമായി സഹകരിക്കുമ്പോൾ ഏതെങ്കിലും ഒരു പ്രോഫിറ്റ് ഷെയർ ആയിരുന്നോ, എന്ത് വാഗ്ദാനമാണ് ഇയാൾ നൽകിയിട്ടുള്ളത് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ വിശദമായ രീതിയിലുള്ളൊരു പരിശോധന വേണം. ഒരുപക്ഷെ ജയസൂര്യയുടെ ആ ചോദ്യം ചെയ്യലിന് ശേഷം അത്തരം കാര്യങ്ങളിലേക്ക് നീങ്ങിയേക്കാം. അങ്ങനെ ഒരു എൻട്രി ഈ കേസിലുണ്ടാകും, അങ്ങനെ ഇല്ല എന്ന് നമുക്ക് തറപ്പിച്ച് പറയാനൊന്നും കഴിയില്ല. പലരും തന്നെ ഇയാളുമായി ബന്ധപ്പെട്ടുകൊണ്ട് സഹകരിച്ചിട്ടുണ്ട്, പ്രവർത്തിച്ചിട്ടുണ്ട്. ഇയാൾ 2 മലയാള സിനിമകളിൽ മുഖം കാണിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. ഗൗതമൻ്റെ രഥവും ജാക്ക് ആൻഡ് ജിൽ പോലുള്ള പടങ്ങളിലുണ്ട് എന്നാണ് പറയുന്നത്. ഒപ്പം തന്നെയും ഈ സിനിമകളുടെ ഈ ചലച്ചിത്രങ്ങളുടെ ഡിസൈൻ വർക്കുകളിലടക്കം ഇയാൾ സഹകരിച്ചു. അതായത് പ്രൊഡക്ഷൻ ഡിസൈൻ അടക്കമുള്ള കാര്യങ്ങൾ പരിഗണിച്ചിരുന്നു. കുറേയെങ്കിലും അത് ഈ സാമ്പത്തികമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ ഏതെങ്കിലും രീതിയിലുള്ള നിർമ്മാണ പങ്കാളിത്തമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇതിൽ നടത്തിയിട്ടുണ്ടോ അത് തന്നെയാണ് ED അന്വേഷിക്കുന്നത്. ഈ ഒരു പണം വന്നിട്ടുണ്ടെങ്കിൽ അത് എവിടേക്ക് പോയിട്ടുണ്ട് എന്നതാണ് പരിശോധിക്കുന്നത്. സിനിമയിലേക്കുള്ള ഒരു പാലമായി അത്തരം നിക്ഷേപങ്ങൾ മാറിയിട്ടുണ്ടോ എന്നതെല്ലാം ഇതിൽ പരിശോധിക്കപ്പെടേണ്ടതാണ്. വരും ദിവസങ്ങളിൽ അതെല്ലാം തന്നെ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഞാൻ ഈ ബാങ്ക് രേഖകൾ ജയസൂര്യയോട് ബാങ്ക് രേഖകൾ സമർപ്പിക്കാനുള്ള നിർദ്ദേശം നൽകിയിരുന്നു. അങ്ങനെയെങ്കിൽ ഈ രേഖകൾ പരിശോധിച്ച ശേഷം ലഭിക്കുന്ന വിവരങ്ങളായിരിക്കും ഈ അന്വേഷണത്തെ മുന്നോട്ട് നയിക്കുക എന്ന് വേണ്ട ഇപ്പോൾ മനസ്സിലാക്കാൻ. അതെ, തുടക്കത്തിൽ പറഞ്ഞതാണ്. ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് സമർപ്പിക്കുന്ന ബാങ്ക് രേഖകൾ അത് പരിശോധിക്കും. ഈ കാര്യങ്ങൾ പരിശോധിച്ച ശേഷം ഈ പണം എങ്ങനെയാണ്, ഏതെല്ലാം രീതിയിലുള്ള പണം വന്നിട്ടുണ്ട്, പ്രത്യേകിച്ച് ഇയാളുടെ അക്കൗണ്ടിൽ നിന്ന് വന്ന പണം അത് ഏത് കാലഘട്ടത്തിൽ വന്നതാണ്, ഏത് സമയത്താണ് വന്നിട്ടുള്ളത്, ആ സമയത്ത് ഇയാൾക്ക് ആ പണം നൽകാനുള്ള സോഴ്സ് എന്തായിരുന്നു, ഇയാളുടെ വരുമാന മാർഗം എന്തായിരുന്നു, ഇതല്ലാതെ മറ്റിടപാടുകൾ നടത്തിയിട്ടുണ്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലുള്ള പണം സ്വീകരിച്ചിട്ടാണ്. ഇതൊരു വലിയ തുകയാണ്. കാരണം 70 ലക്ഷത്തിലധികം രൂപയാണ് രണ്ടുപേർ അക്കൗണ്ടിലേക്ക് വന്നിട്ടുള്ളത്. 1 കോടിയോളം രൂപ വന്നിട്ടുണ്ട് രണ്ടുപേരിലുമായിട്ട്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം തന്നെ പരിശോധിച്ച് ഇയാളുടെ അക്കൗണ്ടിൽ വന്നിട്ടുള്ളത്, ജയസൂര്യയുടെ അക്കൗണ്ടിൽ സ്ഥിരീകരിച്ചിട്ടുള്ളത് ഇയാളുടെ അക്കൗണ്ടിൽ നിന്ന് നേരിട്ട് വന്നതാണെന്ന് പറയുന്നു. അപ്പോൾ ഇയാൾക്ക് എവിടെ നിന്നാണ് അതിൻ്റെ ഒരു സോഴ്സ് വ്യക്തമാക്കേണ്ടതുണ്ട്. കാരണം ഇത് വലിയൊരു തുകയാണ്. അത് നിയമവിധേയമാണോ, ആരാണിത് കൈമാറിയത് എന്നതെല്ലാം തന്നെ പോകുന്നു. കാരണം ഇതൊരു ചെയിനായ ഒരു സംഭവം തന്നെയാണ്. നമ്മൾ പറയുന്നത് പോലെ MLM മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്നെല്ലാം പറയുന്ന അതിൻ്റെ സ്വഭാവത്തിൽ അതിൻ്റെ ശ്രേണിയിൽ നിൽക്കുന്ന ഒരു കമ്പനിയായിരുന്നു ബോക്സ് ആപ്പ് എന്നെല്ലാം തന്നെ പറയുന്നത്. അല്ലെങ്കിൽ അതേപോലെ ആക്കിയെടുക്കാൻ വേണ്ടിയായിരുന്നു ശ്രമിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ വന്ന പല കമ്പനികളും പറ്റിക്കൽ നടത്തി പൂട്ടിക്കെട്ടിപ്പോയതിൻ്റെ എല്ലാം തന്നെ ഗതിയിലേക്ക് തന്നെയാണ് ഈ സേവ് ബോക്സ് ആപ്പ് വന്നത്. എന്തായാലും ജയസൂര്യക്ക് വലിയൊരു ആപ്പായി ഇത് മാറിയിരിക്കുന്നു എന്നത് തന്നെയാണ്. സേബോക്സ് ആപ്പ് തട്ടിപ്പിൽ നടൻ ജയസൂര്യയുടെ അക്കൗണ്ടുകളിൽ കൂടുതൽ പരിശോധന നടത്താനാണ് ഇപ്പോൾ EDയുടെ നീക്കം. ജയസൂര്യ അടുത്തയാഴ്ച ED വീണ്ടും ചോദ്യം ചെയ്യാൻ ഒരുങ്ങുകയാണ്. അതിനു മുൻപായി ബാങ്ക് രേഖകൾ ഹാജരാക്കാനാണ് ഇപ്പോൾ ജയസൂര്യയ്ക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം. തട്ടിപ്പിലെ പ്രധാന പ്രതിയായ സ്വാദിഖ് റഹീമിന്റെ കമ്പനികളിൽ നിന്ന് 1 കോടി രൂപ ജയസൂര്യയുടെയും ഭാര്യയുടെയും അക്കൗണ്ടുകളിൽ എത്തിയെന്നാണ് ഇപ്പോൾ EDയുടെ കണ്ടെത്തൽ. ഇനി ഈ സമർപ്പിക്കുന്ന ബാങ്ക് രേഖകളിലൊക്കെ പരിശോധന നടത്തിയതിന് ശേഷമായിരിക്കും EDയുടെ മറ്റു നീക്കങ്ങൾ ഉണ്ടാവുക. എന്നാൽ ബ്രാൻഡ് അംബാസഡർക്കുള്ള പ്രതിഫലമാണെന്നാണ് ജയസൂര്യയുടെ പ്രാഥമികമായ മൊഴി. ഇതിലൊക്കെ ഇനി ഒരു വ്യക്തത വരേണ്ടതുണ്ട്. ഡാനി പോളാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരത്ത് നടു റോഡിൽ പോലീസുകാരന്റെ പരാക്രമം. ആര്യങ്കോട്ടിന് സമീപം മണ്ണാങ്കോണത്താണ് പോലീസുകാരൻ മദ്യപിച്ച് റോഡിൽ തടസ്സമുണ്ടാക്കിയതും നഗ്നതാ പ്രദർശനം നടത്തിയതും. തിരുവനന്തപുരം സിറ്റി AR ക്യാമ്പിലെ ASIയും മരുതങ്കോട് സ്വദേശിയുമായ സുരേഷ് കുമാറാണ് അതിക്രമം നടത്തിയത്. ഡിസംബർ 29-നായിരുന്നു സംഭവം ഉണ്ടായത്. മനസ്സിലായി, ഇങ്ങനെ പറഞ്ഞതുപോലെ ഇങ്ങനെ പറഞ്ഞ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പോകും.
അവിടെ പോകുമ്പോ അതല്ല അതൊക്കെ ഇതൊക്കെ ഇങ്ങനെ ഇത്രയും നാട്ടുകാർക്കാണ് താമസിക്കുന്ന. നിന്റെ വീട്ടിൽ പെണ്ണുണ്ടോടെ? നിങ്ങളെ വീട്ടിൽ പെണ്ണുങ്ങളല്ലേ? അരുൺ ഇപ്പോഴിതാ ജനങ്ങളെ സംരക്ഷിക്കേണ്ട ആളുകൾ തന്നെയാണ് ജനങ്ങൾക്ക് കൂടുതൽ ഉപദ്രവമായി മാറുന്നത്. അത്തരത്തിലൊരു കാഴ്ചയാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് വരുന്നത്. ഈ പോലീസുകാരനെതിരെ എന്തെങ്കിലും തരത്തിലുള്ള നടപടികൾ സ്വീകരിച്ചോ? എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? അനുശ്രീ സൂചിപ്പിച്ചതുപോലെ തികച്ചും ഒരു ദൗർഭാഗ്യമായ ഒരു കാഴ്ച തന്നെയാണ് നമുക്കിപ്പോൾ കാണാൻ കഴിഞ്ഞത്. നമുക്ക് സംരക്ഷണം നൽകേണ്ട ഉദ്യോഗസ്ഥർ തന്നെയാണ് ഇത്തരത്തിൽ മുൻപുണ്ടാവുന്ന ഒരു ബുദ്ധിമുട്ട് സ്വാഭാവികമായും പൊതുസമൂഹത്തിനെ ഏറെ ചിന്തിപ്പിക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞ 29-ാം തീയതിയാണ് ഈ ഒരു സംഭവം ഉണ്ടായെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇദ്ദേഹം ആര്യങ്കോട് സ്റ്റേഷൻ ലിമിറ്റിലുള്ള മണ്ണാങ്കുളം സ്വദേശിയാണ്. ഇദ്ദേഹം സുരേഷ് കുമാർ എന്നാണ് ഇദ്ദേഹത്തിന്റെ പേര്. ഇദ്ദേഹം എയർ ക്യാമ്പിലെ ASI ആണ്. പക്ഷെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞതനുസരിച്ച് ഇയാൾ കറക്റ്റ് ഡ്യൂട്ടിയൊക്കെ നോക്കി പോകുന്ന ഒരാളായിരുന്നു. എന്നാൽ കഴിഞ്ഞ ഒരു 2-3 മാസമായി ഇദ്ദേഹത്തിന് ഇത്തരത്തിലുള്ള ഒരു പ്രവണത ഉണ്ടാകുന്നു. വീടിന് സമീപത്തും ഒപ്പം മറ്റ് ജംഗ്ഷനിലൊക്കെ എത്തി ഇത്തരത്തിലുള്ള പ്രവർത്തനം ചെയ്യുന്നതായിട്ടുള്ള ഒരു പരാതി ഉണ്ടാകും. ഇതിലെ ഏറ്റവും അവസാനത്തെ ഒരു സംഭവമാണ് ഈ 29-ാം തീയതി ഉണ്ടായതെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ കുടുംബ പ്രശ്നത്തിന് തുടർന്നുണ്ടായ ഒരു പ്രശ്നമാണ് ഇതിൽ നിന്ന് ഇദ്ദേഹത്തിലേക്ക് ഇങ്ങനൊരു എത്തുക എന്നുള്ളതാണ് നമുക്ക് അവരുടെ അടുത്ത വൃത്തങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്ത് തന്നെ ആയാലും ന്യായീകരിക്കാൻ പറ്റുന്ന ഒരു വസ്തുതയല്ല. ഇദ്ദേഹത്തെ കഴിഞ്ഞ ദിവസം ഈ പറയുന്ന വെള്ളടയ്ക്ക് സമീപത്തെ പൊന്നമ്പിയിൽ വെച്ചായിരുന്നു അവസാനമായി ഇത്തരത്തിൽ കാണുന്നത്. അപ്പോൾ കാണുമ്പോൾ തന്നെ ഈ മുഖത്തൊക്കെ മുറിവും ഉണ്ടായിരുന്ന ഒരു സാഹചര്യത്തിലായിരുന്നു അന്ന് പോലീസ് എത്തുന്നത്. പോലീസ് തുടർന്ന് ഇദ്ദേഹത്തെ കാരക്കുളം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. ഇപ്പോൾ കാരക്കുളം ആശുപത്രിയാണ് ചികിത്സയിലുള്ളത്. മറ്റ് നടപടിയൊന്നും എടുത്തിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് വരും മണിക്കൂറുകളിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അനുശ്രീ, അരുൺമോഹൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കുറച്ച് നാളുകൾക്ക് മുൻപാണ് ഇത്തരത്തിലുള്ള ഒരു പ്രവണത ഈ പോലീസുകാരുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് എന്ന് പറയുകയുണ്ടായി. അങ്ങനെയെങ്കിൽ നാട്ടുകാർക്ക് ഇതൊരു പൊതുശല്യം എന്ന രീതിയിലേക്ക് മാറിയിരിക്കുന്നു ഈ പോലീസുകാരന്റെ ഇത്തരത്തിലുള്ള ഈ പ്രവർത്തനങ്ങൾ എന്ന് വേണ്ടേ മനസ്സിലാക്കാൻ? തീർച്ചയായും നിലവിൽ ഇപ്പോൾ അതൊരു പൊതു ശല്യമായി മാറിയിട്ടുണ്ട് എന്ന് തന്നെയാണ്. മുൻകാലങ്ങളിലെ കാര്യങ്ങൾ നോക്കുമ്പോൾ കൃത്യമായി ഡ്യൂട്ടിയൊക്കെ ചെയ്ത് കാര്യങ്ങൾ ചെയ്യുന്ന ഒരു നല്ലൊരു യുവാവായ ഒരു പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു തന്നെയാണ് ഈ നാട്ടുകാർ പറയുന്നത്. എന്നാൽ ഇപ്പോൾ ഇദ്ദേഹത്തിന്റെ സ്വഭാവത്തിലുണ്ടായ ഒരു മാറ്റം, ഈ പറയുന്ന മദ്യലഹരിയിൽ ഈ പറയുന്ന അസഭ്യം പറയുക, നഗ്നതാ പ്രദർശനം നടത്തുക, വാഹനങ്ങളെ തടഞ്ഞു നിർത്തുക തുടങ്ങിയ ഒരു അവസ്ഥയിലേക്ക് എത്തുന്ന ഒരു പശ്ചാത്തലം ഉണ്ടാവുകയായിരുന്നു. ഇതൊരു രണ്ടാമത്തെ സംഭവം ആണ്. നമുക്ക് ഇത്തരത്തിൽ കഴിഞ്ഞ മാസത്തിനിടയിൽ നടന്ന രണ്ടാമത്തെ സംഭവമാണ് ഇപ്പോൾ ഉണ്ടായ 29-ാം തീയതി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അനുശ്രീ, ഈ പോലീസുകാരനെതിരെ എന്തെങ്കിലും നടപടി സ്വീകരിക്കാനുള്ള സാധ്യതയുണ്ടോ? അത്തരത്തിൽ എന്തെങ്കിലും വിവരങ്ങൾ ലഭിക്കുന്നുണ്ടായിരുന്നു? അത്തരം കാര്യങ്ങൾ നമുക്ക് അറിയുന്നത് ഇദ്ദേഹം ചികിത്സയിലാണ്. കാരണം ചികിത്സയിലാണ്. മറ്റു നടപടിയിലേക്ക് പോലീസ് കടന്നിട്ടില്ല എന്നുള്ളതാണ് നമുക്കിപ്പോൾ പങ്കുവയ്ക്കാൻ കഴിയുന്നുള്ളൂ. എന്തായാലും ഇപ്പോൾ ഈ മുഖത്ത് മുറിവേറ്റിരുന്നു. നല്ല ഒരു രക്തം വാർന്ന ഒരു അവസ്ഥയിൽ തന്നെയായിരുന്നു. 108 ആംബുലൻസിന്റെ സഹായത്തോടെയായിരുന്നു വെള്ളറട പോലീസ് ഇദ്ദേഹത്തെ കാരക്കുളം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഇപ്പോഴും അവിടെ ചികിത്സയെ തുടരുകയാണ്. എന്താണ് ഇതിന് കാരണമെന്നുള്ളതും മറ്റു നടപടി എന്തായെന്നുള്ളതും നമുക്ക് ഇപ്പോഴും വ്യക്തമായിട്ടില്ല. അരുൺ, പ്രധാനമായിട്ട് ഈ പോലീസുകാരൻ ഇത്തരം ഒരു പരാക്രമം കാട്ടുന്നത് മദ്യപിച്ചതിന് ശേഷമാണെന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ അത് മാനസികമായൊരു പ്രശ്നം കൊണ്ടല്ല എന്ന് വേണ്ടേ കരുതാൻ?
തീർച്ചയായും അങ്ങനെ തന്നെയാണ് നമുക്ക് വിലയിരുത്താൻ കഴിയുക. കാരണം മദ്യലഹരിയിൽ കാണിക്കുന്ന പരാക്രമങ്ങളായിട്ടേ നമുക്കിത് കാണാൻ കഴിയുള്ളൂ. മറ്റ് വിഷയങ്ങൾ അത് വരുമ്പോൾ അങ്ങനെയാണെങ്കിൽ അതിന് ധാരാളം ശിക്ഷയ്ക്ക് സാഹചര്യമുള്ള ഒരു നാടാണ് നമ്മുടേത്. അത് പരിഹരിക്കാവുന്നതുള്ളൂ. ഇത് മദ്യത്തിന് അഡിക്റ്റ് ആയ സംഭവമാണ്. ഇത് അറിയാൻ കഴിഞ്ഞത് അടുത്തിടെ ഈ പറയുന്ന ഇവരുടെ കുടുംബാംഗങ്ങൾ ചേർന്ന് ഡി അഡിക്ഷൻ സെന്ററിൽ ഉൾപ്പെടെ എത്തിക്കാൻ ശ്രമിച്ചെങ്കിലും ഫലം അത് വിഫലമാവുകയായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഈ പറയുന്നത് ഒരു സാമൂഹ്യ ശല്യമാകുന്ന ഒരു പശ്ചാത്തലത്തിലാണ് പൊതുജനങ്ങൾ ഇത് സമൂഹ മാധ്യമങ്ങളിലൂടെ ഈ ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ചതും പുറം ലോകം അറിയാൻ ഇടവന്നതും. ശരി, തിരുവനന്തപുരത്ത് നടു റോഡിലാണ് പോലീസുകാരന്റെ ഇത്തരത്തിലുള്ള പരാക്രമം അരങ്ങേറിയത്. ആരങ്കോടിന് സമീപം മണ്ണാങ്കോണത്താണ് പോലീസുകാരൻ മദ്യപിച്ച റോഡിൽ തടസ്സമുണ്ടാക്കിയതും നഗ്നതാ പ്രദർശനം നടത്തിയതും. അതല്ല അതൊക്കെ ഇതൊക്കെ ഇങ്ങനെ ഈ പോലീസുകാരൻ ഇപ്പോൾ ചികിത്സയിലാണ്. ഈ പോലീസുകാരനെതിരെ മറ്റു തരത്തിലുള്ള നടപടികളൊന്നും ഇതുവരെ സ്വീകരിച്ചിട്ടില്ല എന്ന തരത്തിലുള്ള വിവരങ്ങളൊക്കെയാണ് പുറത്തു വരുന്നത്. അരുൺ മോഹനാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. മറ്റൊരു വാർത്തയിലേക്ക് പോകുമ്പോൾ, കാസർഗോഡ് ഹോട്ടലിൽ ആക്രമണം നടത്തിയതിന് പോലീസ് കസ്റ്റഡിയിലായ യുവാക്കൾ സ്റ്റേഷനിൽ നിന്നും ഇറങ്ങി ഹോട്ടൽ തല്ലിപ്പൊളിച്ചു. തൃക്കരിപ്പൂരിലാണ് സംഭവമുണ്ടായത്. ഭക്ഷണം കിട്ടാൻ വൈകിയെന്നാരോപിച്ച് ആക്രമണം നടത്തിയ 4 പേരെ കസ്റ്റഡിയിലെടുത്ത് വിട്ടയച്ചിരുന്നു. ഇവരാണ് പിന്നീട് 25ഓളം പേരുമായി എത്തി ഹോട്ടൽ തല്ലി തകർത്തത്. ഫസ്റ്റ് 4 ആൾ പറഞ്ഞ് ഫ്രൈഡ് ചിക്കനും മന്തി ഓർഡർ ചെയ്ത് നമ്മൾ പറഞ്ഞത് ഫ്രൈഡ് ചിക്കന് 15 മിനിറ്റ് ടൈമെന്ന് വെയിറ്റർമാർ പറഞ്ഞു. അപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞപാട് ഇവർ മുകളിൽ നിന്ന് ചീത്ത വിളിക്കാൻ തുടങ്ങി. പ്ലേറ്റ് ഗ്ലാസ് എല്ലാം എറിഞ്ഞ് പൊളിച്ച് ഫാമിലി ഉണ്ടായത് അവരിൽ ഇറങ്ങി ഓടി. അത് കഴിഞ്ഞ് പോലീസിനെ വിളിച്ച് പോലീസ് വന്ന് 4 ആളെ ജീപ്പിൽ കയറ്റിയിട്ട് കൊണ്ടുപോയി. സ്റ്റേഷനിലെത്തിയിട്ട് അതിൻ്റെ ഉറപ്പുണ്ട്. രണ്ടാമത് വിളിച്ച സമയത്ത് അത് കഴിഞ്ഞ് അരമണിക്കൂർ കഴിഞ്ഞപാട് 10-25 ആൾ വന്ന് എല്ലാം അടിച്ച് പൊളിച്ച് സ്റ്റാഫിനെ തച്ച് ഡോറ് ചവിട്ടി പൊളിച്ച് പാരയും വടിയെല്ലാം കല്ലും എല്ലാം എടുത്തിട്ടാണ് വന്നത്. കൂടുതൽ വിവരങ്ങളുമായി KV ബൈജു ചേരുന്നുണ്ട്. ബൈജു, പോലീസിനെ പോലും ഭയമില്ലാത്ത തരത്തിലുള്ള ഒരു പ്രവൃത്തിയാണ് ഇപ്പോൾ ഈ യുവാക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. അതായത് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നു, അതിനുശേഷം സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയ ശേഷം കൂടുതൽ ആളുകളെ വിളിച്ചുകൊണ്ടുവന്ന് കട തല്ലിപ്പൊളിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. അതെ ശ്രീ, അത്തരത്തിൽ വലിയ തോതിലുള്ള അതിക്രമമാണ് ഒരു കൂട്ടം എന്ന് തന്നെ പറയേണ്ടി വരും, ക്രിമിനൽ കൂട്ടം എന്ന് തന്നെ പറയേണ്ടി വരും. ഇന്നലെ പുതുവർഷ ആഘോഷത്തിനിടെ ഇത്തരത്തിൽ സംഭവം ഉണ്ടായത്. അതായത് തൃക്കരിപ്പൂർ നഗരത്തിൽ തന്നെ പ്രവർത്തിക്കുന്ന പോഗോ എന്ന് പറയുന്ന ഒരു ഹോട്ടലിലാണ് ഇങ്ങനെ ഒരു അക്രമ സംഭവം ഉണ്ടായത്. അതായത് ഭക്ഷണം അവർ ഓർഡർ ചെയ്യുന്നു, 5 മിനിറ്റ് വൈകുന്നതിനെ തുടർന്ന് വാക്ക് തർക്കമുണ്ടാവുന്നു. പിന്നീട് അവിടെ ഉണ്ടായിരുന്ന സാധന സാമഗ്രികളെയൊക്കെ തല്ലി തകർക്കുന്നു. അതിനുശേഷം പോലീസിൽ വിവരം അറിയിച്ചതിനെ തുടർന്ന് ചന്ദേര പോലീസ് എത്തുകയും ഇവരെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. പക്ഷേ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഒരു വീഴ്ച വരുന്നത്, ഇതിൽ കേസെടുക്കാൻ പോലീസ് അപ്പോൾ തയ്യാറായിട്ടില്ല. ഇവരെ അറസ്റ്റ് ചെയ്യാറൊന്നും ചെയ്യാറില്ല. ഇവരെ ഒന്ന് ഉപദേശിച്ച് വിടുന്ന മാത്രം ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അങ്ങനെ ഈ സംഘം പുറത്തിറങ്ങുകയും പിന്നീട് ഇവർ ഫോൺ വിളിച്ച് കൂടുതൽ ആളുകളെ വരുത്തുകയാണ്. അതായത് 40ഓളം ആളുകൾ ആ പയ്യന്നൂരും പ്രദേശത്തുള്ള ആളുകളെ എത്തി. പിന്നീട് വലിയ അതിക്രമമാണ് ഹോട്ടലിൽ നടത്തുന്നത്. ജീവനക്കാരെ മർദ്ദിക്കുന്നു, അവിടെയുള്ള സാധനങ്ങൾ അടിച്ചു തകർക്കുന്നു, ടേബിളുകൾ അടിച്ചു തകർക്കുന്നു. അങ്ങനെ ഒരു ഇതര സംസ്ഥാന തൊഴിലാളിക്ക് പരിക്കേൽക്കുന്ന സാഹചര്യം കൂടിയുണ്ട്. ഇയാൾ ആശുപത്രിയിലാണ് ഇപ്പോൾ. ഏതായാലും ഈ സംഭവത്തിൽ ഈ ഹോട്ടൽ ഉടമയുടെ പരാതിയിൽ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. നിലവിൽ ഇതുവരെ പോലീസ് കേസെടുത്തിട്ടില്ലാതെ എന്താണ് പോലീസിന്റെ ഭാഗത്തുനിന്നും ഇതിൽ കേസെടുക്കാൻ ഒരു താമസമെന്ന് അറിയുന്നില്ല. ഏതായാലും ഇന്നലെ ഈ അക്രമികളെ കൈയോടെ പിടികൂടി പോലീസ് കസ്റ്റഡിയിൽ വെച്ച് ഒരു പക്ഷേ ഒരു ദിവസം കേസോ മറ്റോ എടുക്കുകയാണെങ്കിൽ ഈ അനിഷ്ട സംഭവം ഉണ്ടാകുമായിരുന്നില്ല. പോലീസ് വരെ വിളിപ്പിക്കുകയും പിന്നീട് ഒന്ന് ഉപദേശിച്ച്
നന്നായിക്കൂടെ എന്ന് പറഞ്ഞ് വിടുന്ന ഒരു സാഹചര്യമായി ഉണ്ടായത്. അങ്ങനെയാണ് ഈ സംഘം അതിൽ പ്രകോപിതരായി കൂടുതൽ ആളുകളെ വിളിച്ച് ഇങ്ങനെ ഒരു അക്രമം നടത്തും. അതിൽ CCTV ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ നമുക്ക് ആക്രമിക്കുന്ന ആ രീതിയിലുള്ള ഒരു അക്രമമാണ് നടന്നത്. ഏതായാലും ഇതിൽ മദ്യലഹരിയിലാണ് ഇവർ ഉണ്ടായിരുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. ഏതായാലും പുതുവത്സര ആഘോഷമാണ് നടന്നത്. അതിന്റെ ആഘോഷമൊക്കെ എത്തിയ ആളുകളായിരിക്കണം. ഒരു 11 കൂടി, അതായത് ഈ പുതുവത്സരാഘോഷത്തിൽ കൃത്യസമയം 11 കൂടിയാണ് ഈ അക്രമം ഉണ്ടായത്. ഇവർ ഓർഡർ ചെയ്ത ഭക്ഷണം അല്പം വൈകി, 5 മിനിറ്റ് വൈകി. അതിനെ തുടർന്ന് വാക്കുതർക്കമുണ്ടാവുന്നു. പിന്നീട് സാധനങ്ങൾ അടിച്ചു തകർക്കുന്നു, അവിടെ ഉണ്ടായിരുന്ന ടേബിളുകൾ അടിച്ചു തകർക്കുന്നു, ഗ്ലാസുകൾ അടിച്ചു തകർക്കുന്നു. പോലീസ് പോലീസിനെ വിവരം അറിയിച്ചതിനെ തുടർന്ന് പ്രകോപിതരായാണ് കൂടുതൽ ആളുകളെ വിളിച്ചു വരുത്തുകയും വലിയ അക്രമം നടത്തുന്ന സാഹചര്യം ഉണ്ടായത്. അതിലാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു ഇതര സംസ്ഥാന തൊഴിലാളിക്ക് പരിക്കേൽക്കുന്ന സാഹചര്യം ഉണ്ടായത്. നിലവിൽ ചന്ദേര പോലീസ് ഈ ഹോട്ടൽ ഉടമ പരാതി നൽകിയിട്ടുണ്ട്. ഇതുവരെ ഈ സംഭവത്തിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല. അനുശ്രീ, ബൈജു, അതുപോലെ തന്നെ ഈ 25ഓളം വരുന്ന സംഘമാണ് കട തല്ലിപ്പൊളിക്കുന്നത്. അത്രയും വലിയൊരു സംഘം എന്ന് പറയുമ്പോൾ ഈ കടയുടമയ്ക്ക് ഒരു തരത്തിലും പ്രതികരിക്കാനാകാത്ത, ഒരു തരത്തിലും തടഞ്ഞു നിർത്താനാകാത്ത ഒരു സാഹചര്യം കൂടിയായിരിക്കും. ഈ 25 പേരെ പറ്റി എന്തെങ്കിലും തരത്തിലുള്ള വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ? അത്തരത്തിൽ എന്തെങ്കിലും വിവരം പോലീസുകാരുടെ ഭാഗത്ത് നിന്നും ലഭിച്ചിട്ടുണ്ടോ? അനുസരി ഈ സംഘം പയ്യന്നൂർ ഭാഗത്ത് നിന്നുള്ള സംഘമാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഈ ചില ആളുകളെയൊക്കെ അറിയാമെന്ന് തന്നെയാണ് ഈ ഹോട്ടൽ ഉടമ പറയുന്നത്. നേരത്തെയൊക്കെ ഇതേ ഹോട്ടലിൽ ഇവർ ഭക്ഷണം കഴിക്കാൻ എത്തിയിരുന്നു. പക്ഷെ ഇവർ ഈ പോലീസിനെ വിളിപ്പിച്ച വൈരാഗ്യത്തിൽ അല്ലെങ്കിൽ പ്രകോപിതരായി കൂടുതൽ ആളുകളെ വിളിച്ചു വരുത്തി. അത് പല ഭാഗങ്ങളിൽ നിന്നുള്ള ഇയാളുടെ സുഹൃത്തുക്കളൊക്കെയാണ്. അത് പയ്യന്നൂർ ഭാഗത്തുള്ള ആളുകൾ തന്നെയാണ്. ഇവരുടെ എല്ലാം ദൃശ്യങ്ങൾ CCTVയിൽ ഉണ്ട്. ഇവരെല്ലാം പോലീസിന് തിരിച്ചറിയാൻ കഴിയുന്ന രീതിയിൽ ദൃശ്യങ്ങൾ തന്നെ ഉണ്ട്. നമുക്ക് കാണാം അത്രത്തോളം വലിയ അതിക്രമമാണ് ഈ സംഘം അവിടെ നടത്തിയത്. ഏതായാലും കണ്ടാൽ അറിയാവുന്ന 25ഓളം പേർ, അങ്ങനെയാണ് പരാതിയിലുള്ളത്. ഈ ഹോട്ടൽ ഉടമ ഏതെങ്കിലും ആളുകളുടെ പേര് നൽകി പരാതി പറഞ്ഞിട്ടില്ല. ഇങ്ങനെ ഈ അതിക്രമം നടത്തി അതിൽ ഒരു ഇതര സംസ്ഥാന തൊഴിലാളിക്ക് കാര്യമായ പരിക്കേൽക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അയാൾ ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലാണ്. അവിടുത്തെ ഒരു ജീവനക്കാരനാണത്. മറ്റ് അവിടെയുള്ള വസ്തുക്കൾ, നിരവധി ടേബിളുകൾ, അങ്ങനെ ഒരുപാട് വസ്തുക്കൾ, ഗ്ലാസ് തുടങ്ങിയ എല്ലാ വസ്തുക്കളും തകർത്തിട്ടുണ്ട് ഈ സംഘം. ആദ്യം ഒരു അക്രമം നടത്തുന്നു. പിന്നീട് പോലീസ് എത്തി ഈ പ്രശ്നത്തിൽ ഇടപെട്ട് പോലീസ് ഇവരോട് പറഞ്ഞ് ഈ സമാധാനിപ്പിച്ച് തിരിച്ചയച്ചതിന് ശേഷം വീണ്ടും പ്രകോപിതരായി കൂടുതൽ ആളുകളെ വരുത്തി. അനുസരിച്ച് സൂചിപ്പിച്ചതുപോലെ തന്നെ 25ഓളം അടങ്ങുന്ന സംഘം ബൈക്കിലും കാറിലും ഒക്കെ ഈ സംഘം എത്തുന്നു. ഭീകര അന്തരീക്ഷം സൃഷ്ടിച്ചാണ് അവിടെ ഇത്തരത്തിൽ അക്രമം അയച്ചുവിടുന്നത്. ഏതായാലും ഈ സംഭവത്തിൽ ഇതുവരെ ആരെയും കസ്റ്റഡിയിലോ മറ്റോ ഒന്നും എടുത്തിട്ടില്ല. ഇയാളുടെ പരാതിയിൽ പോലീസ് കേസെടുത്തിട്ടില്ല. ഈ സംഭവത്തിൽ ഇപ്പോൾ മറ്റു നടപടികൾ പോലീസ് ആരംഭിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ ശക്തമായ പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഹോട്ടലുകൾക്ക് നേരെ നടത്തുന്ന അതിക്രമങ്ങൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നൊരു ആവശ്യമായി അവർ രംഗത്ത് വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ ഹോട്ടലുകൾ അടച്ചിട്ടുള്ള വലിയ തോതിലുള്ള സമരം, അത്തരത്തിലുള്ള സമരത്തിലേക്ക് കടക്കേണ്ടി വരും. ഈ അക്രമികളെ ഉടൻ പിടികൂടണമെന്ന് ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട്. അവരുടെ വളരെ പെട്ടെന്ന് തന്നെ നടപടിയെടുത്തില്ലെങ്കിൽ ജില്ലയിലെ മുഴുവൻ ഹോട്ടലുകളും അടച്ചിട്ട് പ്രതിഷേധം രേഖപ്പെടുത്തുന്ന ഒരു സമരത്തിലേക്ക് നീങ്ങാനും അവർ ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട്. എന്തായാലും ഇന്ന് തന്നെ നടപടി ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അനുശ്രീ, ബൈജു, മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ അക്രമികളുടെ പശ്ചാത്തലം, ഏതെങ്കിലും തരത്തിലുള്ള ഗുണ്ടാ സംഘങ്ങളുമായി ബന്ധമുള്ള ആളുകളാണോ? അല്ലാതെ ഇത്ര വലിയൊരു അക്രമം അഴിച്ചുവിടാനുള്ള സാധ്യത, അതും നിസ്സാരമായൊരു കാര്യത്തിന് ഇത്ര വലിയൊരു അക്രമം അഴിച്ചുവിടാനുള്ള സാധ്യത ഉണ്ടാകില്ലല്ലോ. അങ്ങനെ എന്തെങ്കിലും വിവരം ലഭിക്കുന്നുണ്ടോ? അനുശ്രീ, ഇത് സംബന്ധിച്ച് പോലീസ് ഉദ്യോഗസ്ഥരോട് നമ്മൾ തേടിയിരുന്നു. പക്ഷേ പോലീസിന് ഇതിന് വലിയൊരു അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. കൃത്യമായി ആരാണ് ഇത് അതിക്രമം നടത്തിയതെന്ന് പോലും പോലീസിന് ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഇതിൽ പോലീസിന്റെ ഭാഗത്ത് നിന്നും ഒരു വീഴ്ച എന്തായാലും ഉണ്ടായിട്ടുണ്ട്. ചന്ദേര പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഒരു വീഴ്ച ഉണ്ടായിട്ടുണ്ട്. കാരണം ആദ്യം ഒരു അക്രമം അവിടെ നടന്നിട്ടുണ്ടെങ്കിൽ അവരെ ഒരു കുറച്ചു നേരത്തെങ്കിലും പോലീസ് കസ്റ്റഡിയിൽ വെക്കുക, അത്തരം നടപടികളിലേക്ക് സ്വീകരിക്കേണ്ടതിന് പകരം വെറും ഒരു ഉപദേശം നൽകി അവരെ അവിടെ തന്നെ വിട്ടയക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അതാണ് കൂടുതൽ പ്രശ്നം വഷളായതും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ പരാതിയിൽ പറയുന്നത് മദ്യലഹരിയിൽ വലിയൊരു സംഘം അതിക്രമം നടത്തിയതാണ് ഈ പരാതിയിലുള്ളത്. അങ്ങനെയാണെങ്കിൽ അങ്ങനെ മദ്യലഹരിയിൽ ഒരു സംഘത്തെ പോലീസ് ആ രീതിയിൽ കൈകാര്യം ചെയ്താൽ മതിയാവില്ലായിരുന്നു. അത്രത്തോളം എന്തെങ്കിലും ഒരു കേസ് രജിസ്റ്ററിംഗും വേണമായിരുന്നു. പക്ഷെ ഒരു കേസ് പോലും എടുക്കാതെ ഇവരെ വിട്ടയക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. നിലവിൽ പോലീസിന് വലിയ ധാരണയൊന്നുമില്ല ഇതാരാണ് അതിക്രമം നടത്തിയതെന്ന് സംബന്ധിച്ച്. പക്ഷെ ചില നാട്ടുകാർക്കൊക്കെ അറിയാമെന്ന് പറയുന്നുണ്ട്. പയ്യന്നൂരുമായി ബന്ധപ്പെട്ട് പയ്യന്നൂരുള്ള ഒരു സംഘമാണ്. ഇവർക്ക് ഏതെങ്കിലും തരത്തിൽ നേരത്തെ ക്രിമിനൽ പശ്ചാത്തലം ഉണ്ടോ എന്ന കാര്യത്തിലൊന്നും ഇതുവരെ ഒരു വ്യക്തത വന്നിട്ടില്ല. പോലീസുമായി നമ്മൾ വിവരം സംസാരിച്ചിരുന്നു. ഏതായാലും ഹോട്ടൽ ഉടമയുടെ പരാതി ലഭിച്ചിട്ടുണ്ടെന്ന്
പറയുന്നു. ആ പരാതിന്മേൽ അന്വേഷണം നടത്തി കേസെടുക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. അതിൽ ഈ ഇതര സംസ്ഥാന തൊഴിലാളിയുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇയാൾ ഇപ്പോഴും ആശുപത്രിയിൽ ചികിത്സയിലാണ്. കൂടാതെ ഒരുപാട് നഷ്ടങ്ങൾ ഈ ഹോട്ടലിൽ കാസർഗോഡ് ഹോട്ടലിലാണ് ഇത്തരം ഒരു അതിക്രമം ഉണ്ടായത്. പോലീസ് കസ്റ്റഡിയിലായ യുവാക്കൾ പുറത്തിറങ്ങിയതിനു ശേഷം മറ്റ് സുഹൃത്തുക്കളെയും ആളുകളെയും ഒക്കെ വിളിച്ചുകൊണ്ടുവന്ന് വീണ്ടും ഹോട്ടൽ തല്ലിപ്പൊളിക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. പോലീസ് ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുകയാണ്. പോലീസിന്റെ KV ബൈജു ആണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരത്ത് പുതുവർഷ തലേന്ന് MDMAയും ഹൈബ്രിഡ് കഞ്ചാവുമായി ഡോക്ടറടക്കം 7 പേർ പിടിയിൽ. അട്ടക്കുളങ്ങര സ്വദേശി ഡോക്ടർ വിഘ്നേഷ് ദത്തൻ, പാലോട് സ്വദേശിനി അൻസിയ, കൊട്ടാരക്കര സ്വദേശിനിയായ B.Ed വിദ്യാർത്ഥിനി ഹലീന, കൊല്ലം ആയൂർ സ്വദേശിയും IT ജീവനക്കാരനുമായ അവിനാഷ്, കൊല്ലം ഇളമാട് സ്വദേശി ഹരീഷ്, നെടുമങ്ങാട് മണ്ണൂർക്കോണം സ്വദേശി അസിം, തൊളിക്കോട് സ്വദേശി അജിത്ത് എന്നിവരാണ് പിടിയിലായത്. കണിയാപുരം തോപ്പിൽ ഭാഗത്ത് വാടക വീട്ടിൽ നിന്നാണ് ഇവരെ പിടികൂടിയത്. സാരംഗ് സുധാകരൻ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. സാരംഗ്, ഇന്നലെ പുതുവർഷമായിരുന്നു. സ്വാഭാവികമായിട്ടും പ്രധാന നഗരങ്ങളിലേക്കൊക്കെ ലഹരി വലിയ രീതിയിൽ ഒഴുകാനുള്ള ഒരു സാധ്യത കൂടിയുണ്ട്. ഇവർക്ക് മറ്റെന്തെങ്കിലും തരത്തിലുള്ള വലിയ തരത്തിലുള്ള ബന്ധങ്ങളുണ്ടോ? അങ്ങനെ എന്തെങ്കിലും അന്വേഷണം പുരോഗമിക്കുന്നുണ്ടോ? അനുശ്രീ, ഈ ഒരു പ്രൊഫഷണൽ വിദ്യാർത്ഥികളിലേക്കും അങ്ങനെ ഡോക്ടർമാരടക്കം അവരിലേക്കടക്കം ഈ ഒരു തരത്തിൽ ലഹരി മരുന്നുകൾ വിതരണം ചെയ്യുന്ന സംഘത്തിലെ പെട്ടവരാണ് ഈ ഒരു അറസ്റ്റിലായിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവരിൽ നിന്നും ലഹരി കൈക്കലാക്കാൻ, അതായത് ലഹരി വാങ്ങാൻ വേണ്ടി എത്തിയ ഡോക്ടർമാരും BDS വിദ്യാർത്ഥിനിയും മറ്റുമാരാണ് ഇവരെ കൂട്ടത്തിൽ പിടികൂടിയിരിക്കുന്നത്. ഇതിൽ ബംഗളൂരുവിൽ നിന്നും ലഹരി മരുന്ന് എത്തിച്ച് പ്രൊഫഷണൽ വിദ്യാർത്ഥികൾക്കും ഡോക്ടർമാർക്കും വിതരണം ചെയ്യുന്നവരാണ് ഈ കേസിൽ അറസ്റ്റ് ചെയ്ത ചിലർ. ആ 3 പേരാണ് ഇത്തരത്തിൽ ഇങ്ങനെ വിതരണവുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ മുൻ കേസുകളിൽ അറസ്റ്റിലായിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ലഹരി മരുന്ന് പിടികൂടുന്നത്, അതായത് ഈ ഒരു പുതുവത്സര ആഘോഷവുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ കർശനമായ പരിശോധനയുണ്ടായിരുന്നു. അസമിന്റെ നേതൃത്വത്തിലുള്ള സംഘം കാറിൽ പോകുന്നതിനിടെ പോലീസ് തടയുകയും, പക്ഷേ പോലീസ് കൈകാണിച്ചിട്ട് നിർത്താതെ ഇവർ എവിടെ നിന്നും വണ്ടിയെടുത്ത് പോലീസിന്റെ ജീപ്പിൽ ഇടിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയായിരുന്നു. തുടർന്നാണ് കണിയാപുരം ഭാഗത്തുള്ള വാടക വീട്ടിലുണ്ട് എന്ന് പറഞ്ഞ ഒരു വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് ഇവരെ വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു. പ്രതികളിൽ നിന്നും 4 ഗ്രാം MDMAയും 1 ഗ്രാം ഹൈബ്രിഡ് കഞ്ചാവും 100 ഗ്രാം സാധാരണ കഞ്ചാവും കണ്ടെത്തി. ഈ ഹൈബ്രിഡ് കഞ്ചാവിന് ഗ്രാമിന് 3000-ലധികം രൂപയാണ് വില. അതിനൊപ്പം തന്നെ പ്രതികളുടെ 2 കാറുകളും ബൈക്കുകളും അടക്കം ഇപ്പോൾ പിടിച്ചെടുത്തിട്ടുണ്ട്. തിരുവനന്തപുരത്താണ് പുതുവർഷ തലേന്ന് ഇത്തരത്തിൽ വലിയൊരു സംഘത്തെ MDMAയും ഹൈബ്രിഡ് കഞ്ചാവുമായി പിടിച്ചത്. ഡോക്ടർ അടക്കമുള്ള 7 പേരാണ് പിടിയിലായിരിക്കുന്നത്. സാരംഗ് സുധാകരനാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. സ്പോട്ട്ലൈറ്റ് പൂർണ്ണമാവുകയാണ്. നമസ്കാരം.